1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം ആയതുകൊണ്ട് ഞാൻ അവിടെ അധികം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞങ്ങ് വിടുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വലിയ വലിയ മാതൃക വെച്ചു പോയിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നാം പിന്തുടരേണ്ടതിന് നിങ്ങൾ അവന്റെ കാൽ ചുവടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അപ്പൊ കർത്താവ് ഒരു വലിയ മോഡൽ, ഒരു നല്ല എക്സാമ്പിൾ നമുക്ക് വേണ്ടി വെച്ച് തന്നിട്ടുണ്ട്. ആ എക്സാമ്പിളിനെ ഞാൻ രണ്ട് തരത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാട് ഞാൻ അതിനെ ഒന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രണ്ട് രീതി എന്ന് പറഞ്ഞാൽ, ഒന്ന് യേശുവിന്റെ ജീവിത ശൈലിയും ജീവിത രീതിയും. അതാണ് നമുക്ക് ഒന്നാമതായിട്ട് ഫോളോ ചെയ്യേണ്ടത്. ബാക്കി നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ ആദ്യമായി നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് യേശു ജീവിച്ച രീതിയിൽ നമ്മൾ ജീവിക്കുക. സോ അത് നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. രണ്ട്, യേശു ലോകത്തിൽ ചെയ്ത ശുശ്രൂഷകൾ. ദയവായിട്ട് എല്ലാവരും മ്യൂട്ട് ചെയ്ത് സഹകരിച്ചാൽ നന്നായിരിക്കും. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. യേശു ചെയ്ത ശുശ്രൂഷകൾ, യേശു ചെയ്ത പ്രവൃത്തികൾ, കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവൃത്തികൾ അത് എന്നിൽ വിശ്വസിക്കുന്നവൻ അതിനേക്കാളും വലിയത് ചെയ്യുമെന്ന് കർത്താവ് തന്നെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു. അപ്പം കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുകയും കർത്താവ് ചെയ്തതുപോലെ ചെയ്യുകയും, ഇങ്ങനെ രണ്ട് ഉത്തരവാദിത്വമാണ് കർത്താവ് നമ്മളെ ഈ ലോകത്തിൽ ഏൽപ്പിച്ചത്. അതിനൊരു വലിയ മാതൃക കർത്താവ് വെച്ചു പോയി. ആ മാതൃക പ്രകാരം നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. സോ അതാണ് നമ്മൾ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. എന്തുകൊണ്ടാണ് ശിഷ്യത്വം നമ്മൾ ചെയ്യേണ്ടത്? ഒരു 15 കൂട്ടം കാര്യങ്ങൾ. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? കർത്താവിന്റെ ഹൃദയത്തിൽ സംസാരിച്ചൊരു കാര്യമാണ്. ഞാൻ തുറന്ന് സംസാരിക്കുകയാണ്, നിങ്ങൾ മറ്റു വിരോധമൊന്നും വിചാരിക്കരുത്. ഇന്നത്തെ സഭകളിൽ എവിടെ നോക്കിയാലും, അത് ഇൻഡിപെൻഡന്റ് ചർച്ചസ് ആണെങ്കിലും അല്ലാത്ത സഭകളാണെങ്കിലും എവിടെ നോക്കിയാലും പൊതുവെ ശിഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു സംരംഭത്തിന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വളരെ പ്രാധാന്യത നമ്മൾ കൊടുക്കാറില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ചില സഭകൾ ഇത് കൊടുക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, കൊടുക്കാറുണ്ട്. കർത്താവ്, നമ്മളിപ്പോ കർത്താവിദാസൻ പറഞ്ഞ വാക്യം, കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷനെ ആ വാക്യം എടുത്താൽ കർത്താവ് പറഞ്ഞ എന്താണ്? ഗോ ടു ദ നേഷൻസ്, നിങ്ങൾ ഭൂലോകം ഒക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം, അവരെ ശിഷ്യരാക്കണം എന്നൊരു വലിയ ഉത്തരവാദിത്വം കർത്താവ് തന്റെ സഭയ്ക്ക് കൊടുത്തു. കർത്താവിന്റെ ഹൃദയത്തിൽ ചോദിച്ചൊരു കാര്യമാണ്. കർത്താവ് എന്തോ പറഞ്ഞ്? ശിഷ്യന്മാരെ ഉളവാക്കാനാണ് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ സഭകളിൽ ശിഷ്യന്മാരാണോ ഉള്ളത്, വിശ്വാസികളാണോ ഉള്ളത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈവൻ നമ്മളാണെങ്കിൽ പോലും നമ്മളെക്കുറിച്ച് ക്ലെയിം ചെയ്ത് പറയുന്നത് 10 വർഷം പഴക്കമായ അല്ലെ 15 വർഷം പഴക്കമുള്ള വിശ്വാസി എന്നാണ് നമ്മളെ കുറിച്ച് പറയാറുള്ളത്. പഴക്കമാകുന്നതനുസരിച്ച് സഭയ്ക്കകത്ത് അടിയും കൂടും. അത് വേറെ എത്രമാത്രം പഴക്കമുണ്ടോ അത്രയും മാത്രം വഴക്കിനാക്കവും കൂടും. ഇതൊക്കെ നമ്മുടെ സഭകളിൽ ഇന്ന് നടക്കുന്നൊരു കാര്യം. പക്ഷെ സഭയെ ദൈവം എന്തിനാണ് ആക്കിയത്? സഭയുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. 15 കൂട്ടം കാരണങ്ങൾ, അതിന്റെ റീസൺ, എന്തുകൊണ്ട് നമ്മൾ സുവിശേഷ പ്രവർത്തനം ചെയ്യണം അല്ലെങ്കിൽ ഡിസൈപ്ഷിപ്പിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു 15 റീസൺ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. ഒന്നാമത്തെ റീസൺ ഇതാണ്: യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ ഉളവാക്കി എന്നുള്ളതാണ്. അത് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാരെ കർത്താവ് നിയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് യാതൊരു വിശദീകരണവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ റീസൺ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിട്ട് മുമ്പോട്ട് പോവുകയാണ്. യേശു ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ ശിഷ്യന്മാരെ ഉരുവാക്കി. യേശുവിന് ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും ശിഷ്യന്മാരെ ഉളവാക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാരണം, യേശുവിന്റെ ശിഷ്യന്മാർക്കും ശിഷ്യന്മാരുണ്ടായിരുന്നു. നമുക്കറിയാം, യേശുവിന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നതുപോലെ തന്നെ യേശു അവരോട് പറഞ്ഞു, നിങ്ങളും പുറപ്പെട്ടു പോവുക, ശിഷ്യന്മാരെ ഉളവാക്കുക. സോ യേശുവിന്റെ ശിഷ്യന്മാർക്കും ആരുണ്ടായിരുന്നു? ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണ്. നമുക്കറിയാം, യേശുവിന് 12 ശിഷ്യന്മാർ നേരിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ 70 പേരെ പ്രത്യേകമായിട്ട് കർത്താവ് നിയോഗിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലൊക്കെ നമുക്കത് കാണാം. അതുകൂടാതെ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവിന്റെ കൂടെ അനേക സ്ത്രീകൾ ഉണ്ടായിരുന്നു, അനേക ധനികരായ സ്ത്രീകൾ. അവരുടെ വസ്തുവകകൾ കൊണ്ട് യേശുവിനെ ശുശ്രൂഷ ചെയ്ത് യേശുവിന്റെ കൂടെ യാത്ര ചെയ്ത് ആ ഒരു ശിഷ്യത്വത്തിന്റെ ലെവലിലേക്ക് വന്ന സഹോദരിമാർ തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ യേശുവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു, യേശുവിന്റെ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, യേശുവിന്റെ സെക്കൻഡ് ജനറേഷൻ, യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, യേശുവിന്റെ അടുത്ത് വന്ന നേരിട്ടുള്ള ശിഷ്യന്മാരല്ലാതെ പിന്നീട് വന്ന സെക്കൻഡ് ജനറേഷൻ, അവർക്കും ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ പ്രധാനിയാണ് പൗലോസ്. പൗലോസ് യേശുവിന്റെ നേരിട്ടുള്ള ശിഷ്യനല്ല, പക്ഷേ യേശു കഴിഞ്ഞാൽ ശിഷ്യത്വത്തെ കുറിച്ച് ഏറ്റവും അധികം പഠിപ്പിക്കുകയും ഏറ്റവും അധികം അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ് പൗലോസ്. സോ ദൈവങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഈ യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ ഈ ശിഷ്യത്വം ചെയ്തത്? യേശു കാണിച്ചു കൊടുത്ത ആ ബെസ്റ്റ് എക്സാമ്പിൾ അവരവരുടെ ലൈഫിൽ ഫോളോ ചെയ്തു, അവരത് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്.
ഇനി നാലാമത്തെ റീസൺ കർത്താവിന്റെ ദാസൻ പറഞ്ഞത് തുടങ്ങി, ഗ്രേറ്റ് കമ്മീഷൻ. യേശു അന്ത്യമായി തനിക്ക് തന്റെ ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ഗോ ടു ദ നേഷൻസ്. ലോകം എമ്പാടും പോയി സകല ജാതികളെയും ശിഷ്യരാക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം. ഒരു ദൈവദാസൻ ഒരിക്കൽ ഈ വാക്യത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളിപ്പോ ഒരു വ്യക്തിയായിട്ട് എവിടെയെങ്കിലും യാത്ര ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ യാത്ര ചെയ്തു, ലാസ്റ്റ് അദ്ദേഹത്തെ നമ്മൾ യാത്ര അയച്ചാൽ ലാസ്റ്റ് മൊമെന്റിൽ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. ആ പോകുന്ന വഴിക്ക് അദ്ദേഹം പിന്നീട് തിരിച്ചു വന്നില്ല, ഒരു ആക്സിഡന്റ് ഉണ്ടായി, അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നിരിക്കട്ടെ. ആ പോകുന്ന വ്യക്തി ലാസ്റ്റ് പറഞ്ഞ ആ മൊമെന്റിന്, അല്ലെങ്കിൽ ആ ലാസ്റ്റ് മൊമെന്റിൽ പറഞ്ഞ ആ വാക്കിന് നമ്മൾ ഭയങ്കര, അയ്യോ ആ വ്യക്തി ആ കാര്യം പറഞ്ഞിട്ടാണല്ലോ പോയെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും അല്ലെ. ആ സംഭവം നമ്മൾ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കും, അയ്യോ നല്ല ലാസ്റ്റ് മിനിറ്റ് പറഞ്ഞ കാര്യം. യേശു തന്റെ ശിഷ്യന്മാരെ ലാസ്റ്റ് കാണുമ്പോൾ അവരോട് പറഞ്ഞിട്ട് പോയ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഗോ ടു ദി നേഷൻസ്. പറഞ്ഞാൽ ആ ലാസ്റ്റ് മൊമെന്റ് പറഞ്ഞ വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻസ്. സോ അത്രയും ഇമ്പോർട്ടൻസോട് കൂടെ നമ്മൾ പറഞ്ഞാൽ കർത്താവിന്റെ അന്ത്യ വാചകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് ഒന്നാണ് ഗോ ടു ദ നേഷൻസ് ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. ലോകത്തിലൊക്കെയും പോയി സകല ജാതിയെ ശിഷ്യരാക്കാൻ പറഞ്ഞ കർത്താവ് കമ്മീഷൻ ചെയ്യുക. കമ്മീഷനിങ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അവരെ നിയോഗിച്ചാക്കിയതാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം ഈ ഭാഗത്തു നിന്ന് ഓർപ്പിക്കട്ടെ. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്തുവാ? ഗോ ടു ദ നേഷൻസ് ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. ഭൂലോകം ഒക്കെയും പോയി സകല ജാതികളെ ശിഷ്യരാക്കാനാ പറഞ്ഞത്. ശ്രദ്ധിച്ചെന്ന് കേട്ടെ, യേശു ആരോടും പറഞ്ഞില്ല നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി വിശ്വാസം ഉണ്ടാക്കാൻ പറഞ്ഞില്ല. ശരിയല്ലേ? അങ്ങനാണെങ്കിൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞ കർത്താവിന്റെ സന്നിധിയിൽ വന്ന നമ്മൾ ആരായിരിക്കണം? കർത്താവ് പറഞ്ഞില്ല വിശ്വാസം ഉണ്ടാക്കാൻ. കർത്താവ് പറഞ്ഞത് ഗോ ടു ദ നേഷൻസ് ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരെ ഉളവാക്കാനാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനാണെങ്കിൽ യേശുവിന്റെ ശിഷ്യനായ തോമസ് ഭാരതത്തിൽ വന്നു എന്ന ചരിത്രം ശരിയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ ഇവിടെ വന്ന് എന്തുവാ ചെയ്തിട്ട് പോയത്? കുറച്ച് ശിഷ്യന്മാരെ ഒഴിവാക്കിയിട്ട് പോയി. ആ ശിഷ്യന്മാർ എന്ത് ചെയ്തു? സുവിശേഷം പറഞ്ഞ് കൈമാറി ശിഷ്യന്മാരെ ഉളവാക്കി അവസാനം ഈ സുവിശേഷം നമ്മുടെ അടുക്കൽ എത്തി. ഇനി നമ്മളോടുള്ള ചോദ്യം, ഇങ്ങനെ ഈ സുവിശേഷം കൈമാറിയാണ് നമ്മുടെ കയ്യിൽ എത്തിയത്. അതൊരു ഞങ്ങൾ യൂത്ത് മീറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ രാത്രി സമയങ്ങളിലൊക്കെ ക്യാൻഡിൽ കത്തിച്ച് കൈ കൊടുത്തിട്ട് ഞങ്ങൾ ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ചെയ്യാറുണ്ട്. ഒരു ക്യാൻഡിൽ കത്തിച്ച് കൈ കൊടുക്കും, എന്നിട്ട് പറയും ആ ക്യാൻഡിലോട്ട് നിങ്ങൾ നോക്കി. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാൻഡിൽ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചോ, കത്തിച്ചു വെച്ചേക്കാം ക്യാൻഡിൽ. ആ ക്യാൻഡിൽ നമ്മുടെ ലൈഫാണെന്ന് വിചാരിച്ചു. സുവിശേഷമാകുന്ന തീ നമ്മുടെ കൈ കിട്ടി, ആ ക്യാൻഡിലും കൊണ്ട് നമ്മൾ ഇരിക്കുക അല്ലെ. ഈ ക്യാൻഡില് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഈ ക്യാൻഡിൽ കത്തി തീർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ലൈഫും അതുപോലെ ഇത് തീർന്നുകൊണ്ടിരിക്കുക. ഈ തീരുന്ന ലൈഫ് തീരുന്നതിന് മുൻപ് 10 പേരെ കത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം, ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. പറഞ്ഞ പച്ചയ്ക്ക് പിടിച്ചു കത്തിക്കുന്ന കാര്യമല്ല, ഈ സുവിശേഷമാകുന്ന ഗോസ്പൽ നമ്മൾ പലർക്കും കൈമാറുക എന്നുള്ളതാണ് ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. ഈ തിരി കൊണ്ട്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ തിരി കൊണ്ട് 2 കാര്യം ചെയ്യാം. ഇതിങ്ങനെ കത്തി തീരാൻ വേണ്ടി എനിക്ക് അനുവദിക്കാം, ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് തന്നെ കത്തി തീരും അല്ലേ. ഇനി വേറൊരു കാര്യം ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ചെറിയ മെഴുകുതിരി കൊണ്ട് എത്ര മെഴുകുതിരികളെ കത്തിക്കാൻ പറ്റും? ഒരു നമ്പർ പറയാൻ പറ്റുമോ? ഒരിക്കലും ഒരു നമ്പറും പറയാൻ പറ്റത്തില്ല. 1000 ലക്ഷക്കണക്കിന് തിരികളെ ഒറ്റ തിരി കൊണ്ട് കത്തിക്കാൻ പറ്റും. ഞാനാകുന്ന, നിങ്ങളാകുന്ന ഈ ക്യാൻഡിൽ, ഈ ഒരു വ്യക്തിത്വം കൊണ്ട് ദൈവത്തിന്റെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ പറ്റും. അതാണ് ദ പവർ ഓഫ് ദ ഗോസ്പൽ. ദൈവിക സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതാണ്. ഒറ്റ വ്യക്തി കൊണ്ട്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കർത്താവിന്റെ ദാസൻ റെയ്നാഡ് ബോങ്കെ. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയിൽ ആ മനുഷ്യൻ പോയി 79 മില്യൺ ആൾക്കാരെ കർത്താവിലേക്ക് നയിച്ചു. 79 മില്യൺ ആളുകളുടെ ലൈഫിൽ ഈ വെളിച്ചത്തെ, തന്റെ അകത്ത് കിട്ടിയ വെളിച്ചത്തെ കൈമാറാൻ ദൈവം കൃപ ചെയ്തു. ഒരു വ്യക്തി ചെയ്ത കാര്യമാണ്, ഒറ്റ വ്യക്തി ചെയ്ത കാര്യമാണ്. ദൈവമക്കളെ, നമ്മളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവശക്തിയും നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന കപ്പാസിറ്റിയും ഈ 2-3 ദിവസം കൊണ്ട് നമ്മൾ തിരിച്ചറിയാൻ പോവാം. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളുടെ പെർസ്പെക്റ്റീവിനെ കർത്താവ് ഈ 3 ദിവസം കൊണ്ട് ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, സുവിശേഷത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം, സുവിശേഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഈ 3 ദിവസം കൊണ്ട് ദൈവം ചേഞ്ച് ചെയ്യാൻ പോവാം. ഈ 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ അടങ്ങിയിരിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 3 ദിവസം നിങ്ങൾ ഒരിക്കലും എത്ര വലിയ പ്രോഗ്രാം ഉണ്ടായാലും ഇത് മിസ് ചെയ്യല്ല. ഈ 3 ദിവസത്തെ പ്രോഗ്രാം നിങ്ങൾ മിസ് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി വന്ന് ഞാൻ പഠിപ്പിക്കുകയല്ല. ദൈവം എനിക്ക് ഈ കാര്യത്തിൽ നിശ്ചയമായ ഒരു നിശ്ചയദാർഢ്യം തന്നതുകൊണ്ട്, ആ ഒരു കാഴ്ചപ്പാട് തന്നതുകൊണ്ട്, ആ കാഴ്ചപ്പാടിനെ വിളിച്ചതില്ല ഞാനിത് പറയുന്നത്. പ്രൈസ് ഗോഡ്. സോ ഈ ഒരു ക്യാൻഡില് നമുക്ക് ഊതിക്കെടുത്താൻ പറ്റും, അല്ലെ കത്തി തീരാൻ അനുവദിക്കാൻ പറ്റും.
ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരു തീരുമാനം എടുത്തേ. എന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുൻപ് എന്റെ മേൽ കർത്താവ് പകർന്ന ഈ വെളിച്ചത്തെ ഞാൻ 10 പേരുടെ ജീവിതത്തിലേക്ക് പകരും എന്നൊരു തീരുമാനം ഇന്ന് രാത്രി എടുക്കാൻ നമുക്ക് ദൈവം കൃപ ചെയ്യട്ടെ. പ്രൈസ് ഗാഡ്. ഇരുളിനകത്ത് കിടക്കുന്ന, ഇരുട്ടിനകത്ത് ജീവിക്കുന്ന അനേകര്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് ഒരു വെളിച്ചമായിട്ട് നമ്മുടെ ദേശത്ത്, നമ്മുടെ നാട്ടിൽ നമുക്ക് വസിക്കാനായിട്ട് പറ്റും. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗമുണ്ട്. അപ്പോൾ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14 തൊട്ടുള്ള വാക്യങ്ങളിൽ എനിക്ക് വളരെ ചിന്തനീയമായി തോന്നിയ ഒരു കാര്യമാണ്. യേശു ഗലീലയിൽ വന്നു പാർത്തപ്പോൾ നഫ്താലി ദേശത്തും ഗലീലിന്റെ പ്രദേശത്തും ഒക്കെ അങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. എന്നെ ചിന്തിപ്പിച്ച ഭാഗം ഇതാ. യേശു ഗലീലയിൽ താമസിച്ചപ്പോൾ ഇരുട്ടിലിരുന്ന ജനം വെളിച്ചം കണ്ടു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് ലോകത്തിന്റെ വെളിച്ചമായതുകൊണ്ടാണ് ജനം അങ്ങനെ വെളിച്ചം കണ്ടത്. അപ്പൊ നമ്മളാരാ? കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. യോഹന്നാൻ 8:12 കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. മത്തായി 5:14 യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ ലോകത്തിന്റെ വെളിച്ചമായിരുന്ന യേശു ഗലീലയിൽ താമസിച്ചപ്പോൾ ഗലീലയിലെ ആൾക്കാർ വെളിച്ചം കണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ ദൈവമക്കളെ, ലോകത്തിന്റെ വെളിച്ചമായി ദൈവം ഇന്ന് നമ്മളെ, എന്നെയും നിങ്ങളെ വെച്ചേക്കുക. അങ്ങനെയാണ് നിങ്ങൾ താമസിക്കുന്ന പട്ടണത്തിൽ, ഞാൻ താമസിക്കുന്ന പട്ടണത്തിൽ ജനം എന്തോ കാണണമെന്ന് നിങ്ങൾ പറ. പ്രൈസ് ഗാഡ്. എന്തുകൊണ്ടാണ് നമ്മുടെ പട്ടണത്തിൽ ഇന്നും ജനം ഇരുട്ടിലിരിക്കുന്നത്? നമ്മുടെ വെളിച്ചം ശോഭിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ 60-ാം അധ്യായത്തിൽ വിളിച്ചു പറഞ്ഞത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. രാത്രി ദൈവമക്കളെ വിശ്വസിക്കുക, നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു. നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ വേർഷനിൽ ഞാൻ അതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്റെ ഒരു വേർഷനിൽ ഞാൻ പറയട്ടെ, ഇത് നിങ്ങളുടെ സമയം. ഇറ്റ്സ് യുവർ ടൈം. നിങ്ങളുടെ സമയം. ഇന്ന് രാത്രി എത്ര പേർക്ക് ഇത് ആത്മാവിൽ സ്വീകരിച്ചുകൊണ്ട് പറയാൻ പറ്റും, ഇനി എന്റെ സമയം, എന്റെ സമയം. പ്രൈസ് ഗാഡ്. ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോരുത്തരെയും ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ പറ്റും, ഈ കാലഘട്ടത്തിന്റെ അപ്പോസ്തലൻ ഞാനാ, ഈ കാലഘട്ടത്തിന്റെ പ്രവാചകൻ ഞാനാ, ഈ കാലഘട്ടത്തിന്റെ അഭിഷക്തൻ ഞാനാ. നമുക്ക് സഭയ്ക്കകത്ത് തമ്മിൽ അടിയുണ്ടാക്കാനും തമ്മിൽ വഴക്കുണ്ടാക്കാനും ഒന്നും നേരമില്ല. ഇരുട്ടിൽ കിടക്കുന്നവനെ ഇരുട്ടിനകത്തോട്ട് വെളിച്ചമായിട്ട് കയറിച്ചെന്ന് അവിടുന്ന് പുറത്തു കൊണ്ടുവരുവാനുള്ള വലിയൊരു ദൗത്യവും ദൈവം നമ്മുടെ മേലേൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്ത് എങ്ങനെ ഇൻവോൾവ് ആകാൻ പറ്റും? ഞാൻ ഇന്ന് രാത്രി എന്റെ കൈ കൂപ്പി ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. ആത്മലോകത്തിനകത്ത് ആത്മാക്കളെ നേടുന്നതൊഴിച്ച് ബാക്കി ഒരു കാര്യത്തിനകത്ത് കൈയിടരുത്. ഡോണ്ട് ബി ഇൻവോൾവ് വിത്ത് എനി അതർ ആക്ടിവിറ്റീസ്. ദൈവാത്മാക്കളെ നേടാൻ പറ്റുന്നതിനല്ലാതെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആകരുത്. പ്രൈസ് ദി ലോർഡ്. സഭയുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് ആത്മാക്കളെ നേടുന്നതായിരിക്കട്ടെ. അതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതിനകത്ത് നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാം, അതിനകത്ത് നമ്മുടെ പ്രാർത്ഥന ഇൻവെസ്റ്റ് ചെയ്യാം, അതിനകത്ത് നമ്മുടെ എല്ലാം നമുക്ക് വാട്ട് എവർ വി ക്യാൻ ഡു, ആത്മാക്കളെ നേടാൻ നമുക്കത് ചെയ്യാം. പ്രൈസ് ഗാഡ്. നിങ്ങൾക്കറിയാമോ, ഈ ഡൽഹിയിൽ, നിങ്ങൾ ഡൽഹി വന്നാൽ ഞാൻ കാണിക്കാം, സായിപ്പുമാർ ഇവിടെ വന്ന് ഹിന്ദി പഠിച്ചിട്ട് ഇവിടെ മലയാളികളുടെ പ്രവർത്തിക്കുന്ന അനേക സായിപ്പുമാരെ ഞാൻ കാണിക്കാം. തായ്ലാന്റിൽ എൻ്റെ കൂടെ എനിക്കറിയാവുന്ന കുറെ ദൈവദാസന്മാരെ ഞാൻ കാണിക്കാം. അമേരിക്ക വിട്ട് ലക്ഷറി ലൈഫ് വിട്ട് തായ്ലാന്റിൽ വന്ന് അവിടുത്തെ ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നും ചൈനീസ് ഭാഷ കേട്ടാൽ എങ്ങനെ ഇരിക്കും, അതിനൊക്കെ കഷ്ടമാണ് തായ്ലാന്റ് ഭാഷ. അവിടെ വന്ന് അവരുടെ ജീവിത സൗകര്യങ്ങൾ മുഴുവൻ വിട്ട് അവിടെ വന്ന് താമസിച്ച് ആത്മാക്കളെ നേടുക. കാരണം എന്താണെന്നറിയാമോ, തായ്ലാന്റ് പാപത്തിന്റെ കുഴിയ. അവിടെ വന്ന് ഒരു ശതമാനത്തിലധികം ക്രിസ്ത്യാനികളില്ല. ഞാൻ ഒരിക്കലും അവിടെ നിന്ന് യാത്ര ചെയ്ത് എയർപോർട്ടിൽ നിന്ന് കാറിൽ യാത്ര ചെയ്ത് ഞാൻ ഹോട്ടലിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഡ്രൈവറിനോട് ഞാൻ ചോദിച്ചു, യേശു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആ മനുഷ്യൻ മട്ടൻ നീളം നോക്കുക, യേശു എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് അവന് പിടിയും കിട്ടിയില്ല. നെവർ ഹേർഡ് അബൌട്ട് ജീസസ്. അങ്ങനെയുള്ള പട്ടണങ്ങളും ദേശങ്ങളും രാജ്യങ്ങളും ഉണ്ട്. ദൈവമക്കളെ, ഇവരൊക്കെ അന്ധകാരത്തിൽ ജീവിക്കുക. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. ഈവൻ ഡൽഹി പട്ടണത്തിൽ യേശു എന്താണെന്നറിയാത്ത എത്രയോ പേര് ഈ ഡൽഹി പട്ടണത്തിൽ. എനിക്ക് വളരെ സങ്കടം തോന്നുന്ന കാര്യമുണ്ട്. 50, 60, 55 കിലോമീറ്റർ ചുറ്റളവിനകത്ത്, ശ്രദ്ധിച്ചേക്കണേ, 55 കിലോമീറ്റർ ചുറ്റളവ്, അല്ലെ മാക്സിമം 60 കിലോമീറ്റർ ചുറ്റളവാണ് ഈ ഡൽഹിക്കകത്തുള്ളത്. ഡൽഹി NCR എന്നറിയപ്പെടുന്നത്. ഈ 60 കിലോമീറ്ററിനകത്ത് കിടക്കുന്നത് 3 കോടി ആൾക്കാരാണ്. 3 കോടി ആൾക്കാർ. ഇവിടെയൊക്കെ മാർക്കറ്റ് ഒക്കെ ഉണ്ടായാൽ അങ്ങോട്ട് ഇറങ്ങിയാണ്ടല്ലോ നടക്കാനിടയില്ല, അതുപോലെ ജനം തിങ്ങിപ്പാർക്കുക. ഇതിനിടയ്ക്ക് യേശു ആരെന്നറിയാതെ, യേശു എന്താണെന്ന് അറിയാൻ മേലാതെ ജനം കിടപ്പുണ്ട്. നമ്മളപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയം എന്തുവാ? കർത്താവേ, എനിക്ക് വീട് വേണം, എനിക്ക് വണ്ടി വേണം, വള്ളം വേണം, ലോകത്തിലെ പല സംഭവങ്ങളും വേണം, ലക്ഷറിയസ് കാര്യങ്ങൾ എനിക്ക് വേണം, എന്റെ മക്കളെ അവിടെ വിടണം, ഇവിടെ വിടണം എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ഇന്ന് രാത്രി ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുക. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി മുട്ടനിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നഷ്ടപ്പെട്ടെന്ന് പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കാൻ ആരെങ്കിലും ഉണ്ടോ? യോനയുടെ സംഭവം ഓർമ്മയുണ്ടോ?
യോനെ മത്സ്യം ഛർദ്ദിച്ചു കഴിഞ്ഞിട്ട് കരയിൽ ചെന്ന് കിടന്നപ്പോ ഒരു ആവണക്ക് തണലായിട്ടൊക്കെ ദൈവം കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ആവണക്കിനെ അങ്ങ് ഉണക്കി. അപ്പൊ പുള്ളി ആകെപ്പാടെ അങ്ങ് ഇറിറ്റേറ്റ് ആയി, ദൈവത്തോടും കൂടെ ഇങ്ങനെ കോപിച്ചു. അപ്പൊ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യോനെ, ഈ ആവണക്ക് ഉണങ്ങിയപ്പോഴാ നിന്റെ സുഖ സൗകര്യം അപ്പം അല്പം കുറഞ്ഞപ്പോഴാണ് നിനക്ക് ദേഷ്യം വന്നത്, നീ ഇറിറ്റേറ്റ് ആയത്. നിനക്ക് ഇത്രയും വിഷമം ഉണ്ടെങ്കിലേ ഈ പട്ടണത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന 1,20,000 ചെല്ലുവാനും വരുന്ന ആൾക്കാർ നശിച്ചു പോകുന്നതിൽ എനിക്ക് വേദനയില്ലേ? ആ ദൈവത്തിന്റെ വേദന ഇന്ന് രാത്രി നമ്മുടെ വേദനയായിട്ട് മാറട്ടെ. അവിടെയാ ഡിസൈപ്പിൾഷിപ്പ് തുടങ്ങുന്നത്. ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത് കമ്പാഷനാ, നശിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദന. പ്രൈസ് ഗാഡ്. പുരുഷാരത്തെ കണ്ടപ്പോൾ യേശു മനസ്സലിഞ്ഞെന്ന് നമ്മൾ വായിക്കുന്നത് അല്ലേ? പുരുഷാരത്തെ കണ്ടപ്പോൾ യേശു മനസ്സലിഞ്ഞു. ഇന്ന് രാത്രി ആ പുരുഷാരത്തെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകരട്ടെ. നമ്മുടെ ഹൃദയം ഇവരൊക്കെ കർത്താവിനെ അറിയാതെ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു വേദന നമ്മളെ തിന്നട്ടെ. കർത്താവ് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. ആ ആത്മാക്കളെ കുറിച്ചുള്ള എരിവ് നമ്മളെ തിന്നുകളയട്ടെ, നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തട്ടെ. പ്രൈസ് ഗാഡ്. രാത്രി കിടന്നാൽ നമുക്ക് ഉറക്കം വരാതിരിക്കട്ടെ. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ, മുട്ടിൽ നിൽക്കാൻ ദൈവം ഇന്ന് രാത്രി ഒരു പുരുഷനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഗ്രേറ്റ് കമ്മീഷന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. അങ്ങനെ ഒരു വലിയ കമ്മീഷൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞതാണ്, യേശു തന്റെ ഐഹിക കാലത്ത് ശിഷ്യന്മാരെ ഒഴിവാക്കി. 2, യേശുവിന്റെ ശിഷ്യന്മാരെ ഒഴിവാക്കി. 3, യേശുവിന്റെ സെക്കൻഡ് ജനറേഷൻ അവർക്കും ശിഷ്യന്മാരുണ്ടായിരുന്നു. 4ാമത്തെ റീസൺ നമ്മൾ പറഞ്ഞത് യേശുവിന്റെ ഗ്രേറ്റ് കമ്മീഷനാണ്. മത്തായി 28:18 മുതലുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ ബൈബിൾ ഒന്ന് എടുത്താട്ടെ. കഴിയുമെങ്കിൽ ഒന്നുകിൽ ബൈബിളിൽ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുന്നത് നോട്ട്ബുക്കിനകത്ത് വാക്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ഞാൻ ഈ പറയുന്ന കുറെ വാക്യങ്ങൾ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ ഡിസൈപ്പിൾഷിപ്പ് ചെയ്യണമെന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട കീ ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ദൈവാത്മാവിനോട് പറഞ്ഞു ഈ വേദഭാഗങ്ങൾ എടുത്ത് വായിക്കാൻ. അന്ന് എന്റെ കണ്ണ് തുറന്ന് ഈ ഭാഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, സുവിശേഷ പ്രവർത്തനത്തിനകത്ത് ഡിസൈപ്പിൾഷിപ്പ് നമ്മൾ ചെയ്തേ പറ്റൂ. അതിനകത്ത് യാതൊരു എക്സ്ക്യൂസസും ഇല്ല. ഈ വാക്യം നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യുക, എല്ലാവരും ആ വാക്യങ്ങൾ വായിക്കുക. ബൈബിൾ ഉള്ളവരെല്ലാവരും തുറന്നാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം തൊട്ട് നമ്മൾ ഒന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. കുറെ വാക്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി ദൈവസഭയ്ക്കകത്ത് നമ്മൾ നോക്കിയാൽ, പുതിയ നിയമത്തിൽ നോക്കിയാൽ, നമുക്ക് വിശ്വാസികൾ എന്നുള്ള കോൺസെപ്റ്റിനേക്കാൾ അധികം ശിഷ്യന്മാർ എന്നുള്ള കോൺസെപ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ഈ ബൈബിളിനകത്ത്, ഓക്കെ, നമ്മളിപ്പോൾ ചിന്തിക്കുന്ന കാര്യം ഇതാണ്, ആദിമ നൂറ്റാണ്ടിലെ സഭയ്ക്കകത്ത് മുഴുവൻ ശിഷ്യന്മാരായിരുന്നു. ചെവി തുറന്ന് കാര്യം കേൾക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ ഉണ്ടായിരുന്നവർ മുഴുവൻ ശിഷ്യന്മാരായിരുന്നു. പിന്നെ നമുക്ക് എങ്ങനെ വിശ്വാസിയായിരിക്കാൻ പറ്റും? വളരെ ശ്രദ്ധയോടെ ഈ വാക്യങ്ങൾ എന്റെ കൂടെ ചേർന്നൊന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ തന്നെ വായിച്ചു പോകാം. നിങ്ങൾ ബൈബിളിൽ ഈ ഭാഗങ്ങൾ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഭാഗങ്ങൾ വായിച്ചാൽ മതിയാവും. 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആ കാലത്ത് ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വരുമ്പോൾ. ആ ശിഷ്യൻ എന്നുള്ള പദം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നവരാരാ? ഇവിടെ പറയുന്നു ആ കാലത്ത് ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വന്നു. അപ്പൊ സഭയിൽ പെരുകിയത് ആരുടെ എണ്ണമാ? വിശ്വാസികളുടെ എണ്ണം അല്ല പെരുകിയത്, ശിഷ്യന്മാരുടെ എണ്ണമാണ് പെരുകിയത്. 2ാമത്തെ വാക്യം വായിച്ചു നോക്കി, പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. അതായത് സഭയ്ക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടായി. സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടായപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കമ്മിറ്റി വിളിച്ചു. അപ്പൊ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. പന്തിരുവർ, അതായത് യേശുവിന്റെ ശിഷ്യന്മാർ 12 അവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, എന്നിട്ട് ഡിസ്കഷൻ നടത്തി. അപ്പൊ ഈ ശിഷ്യന്മാർ ആരോടാണ് ഡിസ്കസ് ചെയ്യുന്നത്? ശിഷ്യന്മാരോടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സഭയ്ക്കകത്ത് ഇന്ന് കമ്മിറ്റി ഉണ്ട്, നല്ലതാണ്, കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷേ കമ്മിറ്റിക്കകത്തുള്ളവർ ശിഷ്യന്മാരാണോ എന്നുള്ളതാണ് വിഷയം. അത് ഞാൻ പറഞ്ഞത് അല്പം കട്ടിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാനോട് വിഷമം വിചാരിക്കരുത്. ഞാൻ ഡെഡ്ലി കമ്മിറ്റിയോട് എതിരാണ്. ദൈവദാസനെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം കമ്മിറ്റിക്കാർ. കമ്മിറ്റി നല്ലതാ, ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഒരിക്കലും പാസ്റ്ററിനെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ ദൈവാത്മാവ് അദ്ദേഹത്തിന് കൊടുക്കുന്ന നിയോഗങ്ങൾക്ക് മുകളിലായിരിക്കരുത് ഒരു കമ്മിറ്റി. അതിന് വിധേയപ്പെട്ടാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. എനിവേ, ഓക്കെ. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. ആ ശിഷ്യൻ എന്നുള്ള പദം നിങ്ങൾ നോട്ട് ചെയ്യുക. 7ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ, ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. ദിസ് ഇസ് ദ റിസൾട്ട് ഓഫ് ദി ഗോസ്പൽ. ദൈവസഭയുടെ സുവിശേഷത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ശിഷ്യന്മാരുടെ എണ്ണം പെരുകുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ സഭയിലും നമ്മുടെ ശുശ്രൂഷ മുഖാന്തരവും പെരുകേണ്ടത് എന്തുവാണ്? എനിക്ക് ഇതൊന്നും ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ബൈബിൾ ഞാൻ നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. വചനം പറയുന്നു ആ കാലത്ത് ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. ഇവിടെ വചനം പരന്നപ്പോൾ എന്ത് സംഭവിച്ചു? യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. 1:8 കർത്താവ് പറഞ്ഞതിന്റെ നിവൃത്തിയായത്.
1:8 കർത്താവ് എന്തോ പറഞ്ഞു? നിങ്ങൾ പുറപ്പെട്ട് യെരൂശലേമിലും യഹൂദി എന്റെ സാക്ഷിയാകുമെന്ന് പറഞ്ഞു. അതിനകത്തെ ആദ്യത്തെ സ്ഥലത്തിന്റെ പേരാണ് യെരൂശലേം. ആ യെരൂശലേമിലാണ് ശിഷ്യന്മാരുടെ എണ്ണം പെരുകിയത്. ഇന്നത് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിലൂടെയും അത് തന്നെ സംഭവിക്കട്ടെ. രാത്രി അങ്ങനെ ഒരു വലിയ സമർപ്പണം നമ്മുടെ അകത്തുണ്ടാകട്ടെ. എന്നിലൂടെ കർത്താവിന്റെ രാജ്യം വളരണം, ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിക്കണം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. നേരിട്ടുള്ള ശിഷ്യന്മാർ 12 പേര്. ബൈബിളിനകത്ത് എന്തുവാ വലിയ പ്രാധാന്യം കൊടുത്ത് 12 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ 70 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും പേരുടെ കാര്യം എടുത്താൽ തന്നെ യേശു നമുക്കൊരു മാതൃക വെച്ചു പോയേക്കുവാണെങ്കിൽ എനിക്ക് നിങ്ങൾക്കും എത്ര ശിഷ്യന്മാരുണ്ടായിരിക്കണം? ഏറ്റവും കുറഞ്ഞത് 3.5 വർഷം കൊണ്ടാണ് യേശു ഈ 12 പേരെയും 70 പേരെയും തെരഞ്ഞെടുത്ത് ശിഷ്യന്മാരാക്കിയത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 3.5 വർഷം കൊണ്ട് എത്ര ശിഷ്യന്മാരെ ഉളവാക്കണം? ഇവിടെ തൊട്ട് നമ്മൾ ഇച്ചിരി സീരിയസ് ആയിട്ടൊന്ന് ഗൗരവമായിട്ട് ചിന്തിക്കാൻ പോവാ. 3.5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വിശ്വാസികൾ ഉണ്ടെങ്കിൽ കൈവൊക്കണ്ട, ചങ്കത്തോട്ട് കൈവച്ചിട്ട് പറയണം, എനിക്ക് കുറഞ്ഞത് 70, 10, 82 ശിഷ്യന്മാരുണ്ടായിരിക്കണം. ചില 70 പേരുടെ കാര്യം അങ്ങ് വിട്ടേര്, ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ 12 പേരെങ്കിലും വേണേ. 3.5 വർഷം കൊണ്ട് എത്ര ശിഷ്യന്മാരുണ്ടാക്കണം? നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ എത്ര പേര് വരും എന്ന് എനിക്ക് അറിയത്തില്ല. സോ ഇന്നോട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, ചില 3.5 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മൊത്തം ലൈഫ് കൊണ്ട് കുറഞ്ഞത് ഒരു 12 ശിഷ്യന്മാരെ, ഏറ്റവും കുറഞ്ഞതായി പറയുന്നത് കേട്ടോ, ഏറ്റവും കുറഞ്ഞത്. അപ്പൊ നമ്മുടെ ടാർഗറ്റ് ഇന്ന് വർദ്ധിക്കുക. രാത്രി എനിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയാൻ ആരെങ്കിലും തുനിയുന്നുണ്ടെങ്കിൽ ബാക്കി കേട്ടു, ഞാൻ പറയാൻ പോവാ. ഈ ഭാഗം ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്ന് ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, വീണ്ടും വന്നാട്ടെ. 9-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ സ്തെഫാനോസും 8-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസും ഈ ഒരു സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 9-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണാം, ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊള്ളയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ എന്ന് പറഞ്ഞാൽ ഇവിടെ പെർസിക്യൂഷൻ ഉണ്ടാവുക. ശൗലാണ് പെർസിക്യൂഷൻ ചെയ്യുന്നത്. അപ്പൊ ആരുടെ നേരെയാ പെർസിക്യൂഷൻ ഉണ്ടായത്? ശിഷ്യന്മാരുടെ നേരെ പെർസിക്യൂഷൻ ഉണ്ടായി. അപ്പൊ പെർസിക്യൂഷൻ ആരുടെ നേരെ ഉണ്ടാകത്തുള്ളൂ? ശിഷ്യന്മാരുടെ നേരെ ഉണ്ടാവുള്ളൂ. ശിഷ്യന്മാർ എന്തുകൊണ്ടാ ഈ പെർസിക്യൂഷൻ നേരിടേണ്ടി വരുന്നത്? ഇവർ കർത്താവിനെ പ്രസംഗിക്കുന്നത് കൊണ്ട്. വിശ്വാസികൾ ആരും കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കാറില്ല, അതുകൊണ്ട് യാതൊരു പെർസിക്യൂഷനും ഉണ്ടാകാറില്ല. എന്തതിശയമേ സ്വോത്രം, ദൈവത്തിന്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി വീട്ടിൽ പോകാം. നോ പ്രോബ്ലം, നോ പെർസിക്യൂഷൻ, നോ കഷ്ടത. ഒരു വിഷയവും ഇല്ല. പിശാചിനും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല, അല്ലേ? പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം കേട്ടോ, അത് തെറ്റാണെങ്കിൽ എനിക്കൊന്ന് തിരുത്തി തരണം. ഈ പൗലോസ് കഷ്ടത സഹിക്കുക, കഷ്ടത എന്നൊക്കെ പറയുന്നതേ നമ്മൾ ഈ പറയുന്ന പട്ടിണിയുടെ കാര്യമൊന്നും അല്ല, അല്ലേ? നമ്മൾ ഈ പറയുന്ന നമുക്കുണ്ടാകുന്ന ഈ കഷ്ടത എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള വ്യാഖ്യാനം അതല്ല കഷ്ടത എന്ന് പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്ന കഷ്ടത മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി സഹിച്ച കഷ്ടതയാണ്. കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ കിട്ടിയ അടിക്കാണ് പുള്ളി കഷ്ടത എന്ന് പറയുന്നത്. നമ്മൾ പെരക്കാത്തിരിഞ്ഞ പാട്ട് പാടിയേച്ചേ, നമ്മള് പെരക്കാത്തിരുന്നേച്ച് അനുഭവിക്കുന്ന എന്തുവാ ചില ക്ലേശങ്ങൾ, ചെറിയ ബുദ്ധിമുട്ടുകൾക്കോ വല്ല രോഗമോ എതിലേക്കോ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കഷ്ടത എന്നാണ് വിളിക്കുന്നത്. അതിന്റെ പേര് കഷ്ടത എന്നല്ല. അത് പേഴ്സണലി ആയിരിക്കാം, പക്ഷെ പൗലോസ് പറയുന്ന കഷ്ടത അതല്ല. ക്രിസ്തു പൂരിപ്പിച്ചതിന്റെ ബാക്കി, ക്രിസ്തുവിന്റെ ബാക്കി ഞാൻ എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് സുവിശേഷത്തെ പ്രതിയുള്ള കാര്യമാണ്. നമ്മൾ അതിനെ പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യുക. ഓക്കെ, മുൻപോട്ട് പോകാം. ഈ സഭയ്ക്കകത്ത് പീഡനം വന്നത് അവര് കർത്താവിന്റെ ശിഷ്യന്മാരായിരുന്നത് കൊണ്ട്, ശിഷ്യന്മാർക്കെതിരായിട്ടാണ് പീഡനം വന്നത്. ഇനി അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. അവിടെ അനന്യാസ് എന്നൊരു ശിഷ്യൻ, ഈ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അതൊന്നും വിശദീകരിച്ച് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 3 ദിവസം കൊണ്ട് ഇതൊന്നും തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിലാണ് പോകുന്നത്. നിങ്ങൾ എന്റെ കൂടെ വളരെ ശ്രദ്ധയോടെ വരണേ. 10-ാമത്തെ വാക്യത്തിൽ എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം, ശൗല് മാനസാന്തരപ്പെട്ടു, കർത്താവ് അടിച്ചു, സൗഖ്യമായി. ഈ മനുഷ്യനെ സ്നാനപ്പെടുത്താൻ വേണ്ടി പോകുന്ന ആരാ? ശൗലെന്ന് പറയുന്ന മനുഷ്യൻ പൗലോസായി മാറി. ഈ ശൗലിനെ സ്നാനപ്പെടുത്താൻ പോകുന്നത് ആരാ? നോക്കിയേ, ഇവിടെ ഒരു അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ. ഇന്ന് സെൻട്രൽ പാസ്റ്റർ അല്ലാതെ ആരെങ്കിലും ആരെങ്കിലും സ്നാനപ്പെടുത്തിയാൽ അന്ന് ആ പാസ്റ്ററിന്റെ ലൈസൻസും കട്ടാവും. പക്ഷെ ഇവിടെ ആരാ സ്നാനപ്പെടുത്തിയത്? ശിഷ്യൻ സ്നാനപ്പെടുത്തി. 19-ാമത്തെ വാക്യത്തിൽ അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. അപ്പൊ പൗലോസിനെ അടികിട്ടി, സ്നാനപ്പെട്ടു, ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർക്കുക. എവിടാ? ദമസ്കോസിൽ. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ ഓർക്കുന്നുണ്ടോ? 6:7 വായിച്ചത് എന്താ?
യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു. ഇപ്പൊ ഇവിടെ നോക്കിയേ, ദമസ്കോസിൽ ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു. അതിന്റെ ഒരു എന്താ പറയുന്നത്, ഏരിയ വർദ്ധിക്കുന്നത് മനസ്സിലായോ? സുവിശേഷം പരക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ശമരിയിൽ വരെ സുവിശേഷം എത്തി. ഇവിടെ 9-ാം അധ്യായത്തിൽ വന്നപ്പോൾ ദമസ്കോസിൽ വരെ സുവിശേഷം എത്തി. സുവിശേഷം ഇങ്ങനെ സ്പ്രെഡ് ആകുക. വാട്ട് എ പവർഫുൾ ഗോസ്പൽ. ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലാണ് സുവിശേഷം എത്താത്തത്? ജനം ദൈവത്തിന്റെ സുവിശേഷമായിട്ട് ലോകത്തിന്റെ ഓരോ വൻകരയിലേക്കും പോയിക്കൊണ്ടിരിക്കുക. ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന ഒരു വചനം കർത്താവിന്റെ വചനമാണ്, കർത്താവിന്റെ രക്ഷയാ. ഇതിന്റെയൊക്കെ ഭാഗമാകാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യം. ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. നമ്മൾ പാടുന്നൊരു പാട്ട് ഓർക്കുന്നുണ്ടോ? ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. അല്ലേ? ഓർമ്മയുണ്ടോ പാട്ട്? ദൂതർക്കും ലഭിക്കാത്ത ആ ഭാഗ്യം എന്തുവാ? എന്റെ കർത്താവിന്റെ രക്ഷയെ പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. എനിക്ക് എപ്പോഴും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിലെ എന്താ പറയുന്നത്, വലിയ ശ്രേഷ്ഠനെന്ന് എണ്ണുന്ന ശ്രേഷ്ഠ ലിസ്റ്റിലുള്ള ആൾക്കാർക്കൊക്കെ യേശു ആരാണെന്ന് പോലും അറിയാൻ മേലാതെ ആ ഒരു ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ, അല്ലെ, സാധുക്കളായ നമുക്ക് കർത്താവിന്റെ സ്നേഹത്തെ അറിയാൻ, ഈ സ്നേഹത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ ദൈവം തന്ന ഭാഗ്യം. ദിസ് ഈസ് ദ റിയൽ ലക്ക്. ഇതാണ് സത്യത്തിൽ ലക്ക് എന്ന് പറയുന്നത്, അല്ലെ? ആമേൻ. കർത്താവിന് അതിനായിട്ട് നന്ദി പറയുന്നു. ശിഷ്യന്മാരുടെ എണ്ണം ദമസ്കോസിലും പെരുകി. ഇനി അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ വന്നിട്ട് ഞാൻ ശിഷ്യൻ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. 25-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. അപ്പൊ അവിടുന്ന് അദ്ദേഹത്തെ യെരുശലേമിലേക്ക് തിരികെ പറഞ്ഞു വിടുക. ശിഷ്യൻ എന്നുള്ള പദം നോട്ട് ചെയ്യുക. 26-ാമത്തെ വാക്യം, അവൻ യെരുശലേമിൽ എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. അവിടെ ദമസ്കോസിൽ ആരുടെ കൂടെ ഉണ്ടായിരുന്നത്? പാർത്തത് ശിഷ്യന്മാരുടെ കൂടെ. ഇവിടെ യെരുശലേമിൽ വന്നപ്പോൾ ശിഷ്യന്മാരുടെ കൂടെ ചേർന്നു. അപ്പൊ വലിയൊരു രസം അവിടെ ഉണ്ടായി, ഒരു വലിയ തമാശ അവിടെ ഉണ്ടായി. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. അപ്പൊ യെരുശലേമിൽ ഇരിക്കുന്നവർക്ക് ശൗലിനെ എങ്ങനെ അറിയത്തുള്ളൂ? ഈ പുള്ളി സഭയെ ഉപദ്രവിക്കുന്ന ആളായിട്ടേ അറിയത്തുള്ളൂ. ഇപ്പം പുള്ളിക്കാരൻ മാനസാന്തരപ്പെട്ടതും അടികിട്ടിയതും സൗഖ്യമായതും സ്നാനപ്പെട്ടതും പുള്ളി ശിഷ്യനായതും അവർക്ക് ആർക്കും പിടികിട്ടിയില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര സമയം പുള്ളി എടുത്തിട്ടുണ്ടാവും ശിഷ്യനാകാൻ? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്ന് 26-ാമത്തെ വാക്യത്തിൽ വന്നപ്പം പൗലോസ് ശിഷ്യനായി മാറി. 9-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്ന് 26-ാമത്തെ വാക്യത്തിൽ വന്നപ്പം പുള്ളി ശിഷ്യനായി. നമ്മൾ 16 വർഷമായി, 17 വർഷമായി, 25 വർഷമായി ഇപ്പോഴും വീട്ടിയിരിക്കുക വിശ്വാസിയായിട്ട്. ഹലോ, ഇന്ന് രാത്രി ഈ മേഖലയ്ക്കകത്ത് മാറ്റം ഉണ്ടാകണം. ആ ചങ്കത്തോട്ട് കൈവച്ചിട്ടെന്ന് പറഞ്ഞ്, ഞാൻ ഇനി തൊട്ട് വിശ്വാസിയല്ല, വിശ്വസിക്കുന്ന ശിഷ്യനാ. ആമേൻ. ഹല്ലേലൂയ. ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് പറ്റത്തില്ല, അല്ലേ? റൈറ്റ്, ഓക്കെ. വീണ്ടും വന്നിട്ട് 36-ാമത്തെ വാക്യത്തിൽ, സഹോദരിമാരെല്ലാവരും ഒന്ന് കേൾക്കണേ. സഹോദരിമാരെല്ലാവരും ഒന്ന് കേട്ടെ. 36-ാമത്തെ വാക്യത്തിൽ, യോപ്പയിൽ പേടമാൻ എന്ന അർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അപ്പൊ ശിഷ്യന്മാർ മാത്രമല്ല, ശിഷ്യമതികളും ഉണ്ട്. അപ്പൊ സഹോദരിമാർക്ക് ആർക്കും നോ എക്സ്ക്യൂസ്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു വാക്യം കൊണ്ടൊന്ന് വായിച്ചു നോക്കൂ. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒന്ന് വന്നേ. മത്തായി അല്ല, ലൂക്കോസ് സുവിശേഷം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും ഒന്ന് നോക്കിയേ. അതിനകത്ത്, അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോട് കൂടെ സ്ത്രീകളെ ഒന്ന് എണ്ണിക്കോണേ. അവനോട് കൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. ചില സ്ത്രീകൾ, ഓക്കെ. 7 ഭൂതങ്ങൾ വിട്ടുപോയ മദലക്കാരത്തി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും സൂസന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. എണ്ണാൻ പറ്റുമോ എത്ര സ്ത്രീകൾ? ചില സ്ത്രീകളെന്നും പല സ്ത്രീകളെന്നും പിന്നെ കുറെ പേരും പറഞ്ഞിട്ടുണ്ട്. എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ യേശു ഈ ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു ബറ്റാലിയൻ ആയിട്ടാണ് പോകുന്നത്, അല്ലേ? മിനിസ്ട്രി ഈസ് നോട്ട് എ വൺ മാൻ ഷോ. ഇത് ഒരു വൺ മാൻ ഷോ അല്ല. ഒരു മിനിസ്ട്രി നമ്മൾ കൂട്ടമായിട്ട് ഒരുമിച്ച് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരുണ്ടെന്ന് എനിക്കറിയാം. ദൈവദാസന്മാരെ, നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തേ പറ്റൂ. നമ്മുടെ സഭയിൽ ആരൊക്കെ വന്നാലും അവരെല്ലാവരെയും ശിഷ്യനാക്കി മാറ്റുന്നത് വരെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ഉത്തരവാദിത്വം അത്രയും വലിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് 38-ാമത്തെ വാക്യം. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് ആരാ? ലുദ്ദയിൽ ഉണ്ടായിരുന്നത് ആരാ? അവിടെ ശിഷ്യന്മാരാ ഉണ്ടായിരുന്നത്. വീണ്ടും വന്നേ അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. ഈ വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണേ. എല്ലാവരും ബൈബിൾ തുറന്നിരിക്കാന്ന് വിചാരിക്കുന്നു. ഈ വാക്യം മൊത്തം ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ നല്ലതാ.
26-ാമത്തെ വാക്യം നമ്മൾ എല്ലാവരും വായിച്ചിട്ടുള്ളതും അറിയാവുന്നതും വാക്യ. പക്ഷേ അതിനകത്തുനിന്ന് ഒരു മിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നൊരു കാര്യം ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കാം. 11:26 ഇങ്ങനെ വായിക്കുന്നു, അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായി. ഒന്നുകൂടെ വായിക്കാം. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അപ്പൊ ക്രിസ്ത്യാനി ആരായിരിക്കണം? പള്ളി പോകുന്നവനല്ല ക്രിസ്ത്യാനി. പള്ളിയുടെ രജിസ്റ്ററിൽ പേരുള്ളവനല്ല ക്രിസ്ത്യാനി. പള്ളിയിൽ പൈസ കൊടുത്ത കാര്യങ്ങൾക്ക് സഹായിക്കുന്നവനല്ല ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി ആരാ? ക്രിസ്ത്യാനി ശിഷ്യനാ. ഹലോ, പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ആദ്യമായി ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായെന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. അപ്പം ക്രിസ്ത്യാനി ആരാ? ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നവരാണ് ക്രിസ്ത്യാനി. അങ്ങനെയാണ് നമ്മളിൽ എത്ര പേരുണ്ട് ക്രിസ്ത്യാനി? അയ്യോ, വലിയ കഷ്ടമല്ലേ? ഇത്തിരി കട്ടിയായി പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. താഴെയില്ല, സഹിച്ചല്ലേ പറ്റൂ. 3 ദിവസം എന്തായാലും നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഓക്കെ, റൈറ്റ്. ശിഷ്യന്മാർക്ക് പേരുണ്ടായി. 29-ാമത്തെ വാക്യം, അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന ശിഷ്യന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാർ ഓരോരുത്തർ പ്രാപ്തി പോലെ കൊടുത്തയക്കുവാൻ നിശ്ചയിച്ചു. അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുക്കാൻ നിശ്ചയിച്ചു. അപ്പൊ ദൈവത്തിന് കൊടുക്കുന്നവനാണ് ശിഷ്യൻ. ശിഷ്യന്മാരല്ലേലോ ഉള്ളത് വെച്ച് തീരുമോ? പേഴ്സൺ അങ്ങോട്ട് തുറന്നേച്ച് ഏറ്റവും ചെറുതെടുത്തിടും. അതാരെ ഇടുന്നറിയാം? ശിഷ്യനാണെങ്കിൽ കൈ തുറന്നു കൊടുക്കും. ഓക്കെ, അടുത്തത് ഇനി അതിന്റെ 13-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാട്ടെ. 13-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. അവിടെയും കാണാം ശിഷ്യൻ എന്നുള്ള പദം. ശിഷ്യന്മാർ. ഓക്കെ, ഇനി അതിപ്രധാനമായ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. 14:20 തൊട്ടൊന്ന് വായിച്ചേ. 14:20 തൊട്ട് ഞാൻ തന്നെ വായിക്കാം. എന്നാൽ ശിഷ്യന്മാർ, അതായത് പൗലോസ് ഇവിടെ പ്രസംഗിച്ചു തുടങ്ങി, ഒരിടത്ത് എന്ന് പ്രസംഗിച്ചപ്പോൾ പുള്ളിയെ അടിച്ചു പുള്ളിയെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇട്ടേച്ചു പോയി. അപ്പോൾ ആ ഭാഗമാണ് വായിക്കുന്നത്. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റന്നാൾ ബർന്നബാസിനോട് കൂടെ ദർബയ്ക്ക് പോയി. ഓക്കെ, അവിടെ ശിഷ്യൻ എന്നുള്ള പദം നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ട് അടുത്ത് വായിക്കുന്നു, ആ പട്ടണത്തിലും, എവിടെയാ? ദർബയിൽ ചെന്നിട്ട് ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യനാക്കിയ ശേഷം അവൻ ലുസ്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. നോക്കിയേ, 9-ാമത്തെ അധ്യായത്തിലാണ് പൗലോസിന്റെ മാനസാന്തരം ഉണ്ടാകുന്നത്. 14-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ 9:26 വന്നപ്പോൾ പുള്ളി ശിഷ്യനായി മാറി. 14:21 വന്നപ്പോ പുള്ളി ശിഷ്യനാക്കുന്ന ലെവലിലേക്ക് വന്നു. ആ ഉണ്ടായ മാറ്റം മനസ്സിലായോ? ആദ്യം പുള്ളി ശിഷ്യനായി. ആദ്യം സഭയെ ഉപദ്രവിക്കുന്ന ആളായിരുന്നു. പുള്ളി പിന്നീട് ശിഷ്യനായി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അടുത്ത 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരൻ ശിഷ്യന്മാരെ ഉണ്ടാക്കുന്ന ലെവലിലേക്ക് മാറി. അനേക ശിഷ്യന്മാരെ അവിടെ വായിക്കുന്ന എന്തുവാ? ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച പലരെയും ശിഷ്യരാക്കിയ ശേഷം. ഓക്കെ, പുള്ളിയുടെ ഒറ്റ പ്രസംഗത്തിലൊക്കെ ആൾക്കാർ ശിഷ്യന്മാരാകുക. നമ്മളിവിടെ ഞായറാഴ്ചയൊക്കെ കൈയും കാലും എടുത്ത് പ്രസംഗിച്ച് അല്ലേ, എന്തെല്ലാം കോമാളിത്തരമൊക്കെ നമ്മൾ പ്രസംഗത്തിൽ കാണിക്കുന്നത്. ഈ ആഴ്ചപ്പുറത്ത് ഇത്രയും പ്രസംഗമെല്ലാം നടത്തിയിട്ടും ഒരുത്തിനും ശിഷ്യനാകുന്നില്ല. നമ്മൾ ഇവരെല്ലാം സൗഖ്യമാക്കി, ഇവർക്കെല്ലാം എന്തുവാ അനുഗ്രഹവും നന്മയൊക്കെ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തേച്ച് നമ്മൾ വീട്ടിൽ പോവുക. ആരും ശിഷ്യന്മാരായി മാറുന്നില്ല. രാത്രി എന്റെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, ഞാനൊരു ശ്രേഷ്ഠനായിട്ട് ഒന്നും അല്ലത് പറയുന്നത്. വളരെ താഴ്മയോടെ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഈ കാര്യം ഞാൻ അവതരിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ മനസാക്ഷിക്ക് വിടുക. രാത്രി ആരോടെങ്കിലും ദൈവാത്മാവ് ഇടപെടുന്നെങ്കിൽ എനിക്ക് ഒരു ശിഷ്യനായി മാറണം, ശിഷ്യന്മാരെ ഉളവാക്കുന്ന ശിഷ്യനായി മാറണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ഇത് രാത്രി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവം നിങ്ങളെ ആ ഒരു ലെവലിൽ ഉപയോഗിക്കാനായിട്ട് ദൈവം പദ്ധതി ഇടുക. നിങ്ങൾ എല്ലാവരും ശിഷ്യരായി മാറണം, ശിഷ്യന്മാരുള്ളവരായി മാറണം. നമ്മൾ ശിഷ്യന്മാരായി മാറണമെന്ന് മാത്രമല്ല, ശിഷ്യന്മാരെ ഉളവാക്കുന്ന ശിഷ്യന്മാരായി മാറണം. നമ്മൾ നിങ്ങൾക്ക് അയച്ചെന്ന ഫ്ലയറിനകത്ത് ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഡിസൈപ്പിൾ മേക്സ് ഡിസൈപ്പിൾസ്. ശിഷ്യന്മാരാണ് ശിഷ്യന്മാരെ ഉളവാക്കുന്നത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ശിഷ്യന്മാരാണെങ്കിൽ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചേ, നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞേച്ച് നിങ്ങൾ തന്നെ ചോദിച്ചേ, സഹോദരി എത്ര ശിഷ്യന്മാരുണ്ട്? വേറെ ആരോടും ചോദിക്കണ്ട, നമ്മളോട് തന്നെ ചോദിച്ചേ. നമ്മൾ ശിഷ്യന്മാരാണേ, വചനപ്രകാരം നമ്മൾ ശിഷ്യന്മാരാ. ശിഷ്യന്മാരുടെ ഡ്യൂട്ടി എന്തുവാ? ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. അങ്ങനെയാണ് നമ്മളോട് തന്നെ ഈ ചോദ്യം ചോദിക്കണ്ടേ.
പാട്ട് പാടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ബൈബിൾ പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കറിയാൻ മേലാത്ത പരിപാടിയൊന്നുമില്ല. ബട്ട് ഈ ചോദ്യം ഒന്ന് ചോദിച്ചേ, എത്ര ശിഷ്യന്മാരുണ്ട്? പാസ്റ്റർമാർക്ക് വേണേൽ ക്ലാസ് എടുക്കും. ആ പരുവത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രൈസ് ഗാഡ്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കല്ലേ. ഓക്കെ, അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ, എല്ലാ ദിവസവും ഈ ചോദ്യം ചോദിക്കാൻ നല്ലതാണ്. ഇന്ന് ഞാൻ എത്ര പേരോട് സുവിശേഷം പറഞ്ഞു? ഒരിക്കലും ഒരു ദേവദാസനെ വിളിച്ചു, വേറൊരു ദേവദാസനെ വിളിച്ചു. അന്നേരം പറഞ്ഞു, ദേവദാസനെ എന്തോ എടുക്കുവാ? ഞാൻ ഇങ്ങനെ അല്പം നേരം വിശ്രമിക്കുക, ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അന്നേരം ആ ദേവദാസൻ പറയാ, 150 കോടി ആൾക്കാരെ നശിക്കുക, അത് ഓർത്തോണം കേട്ടോ എന്ന് പറഞ്ഞു. അല്ലേ? നമ്മൾ പലപ്പോഴും ഇത് മറന്നു പോവുക. രക്ഷിക്കപ്പെടാനുള്ള ആൾക്കാർ നമ്മുടെ ഭാരതത്തിൽ എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോവുക. ഓക്കെ, 22-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു. ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു. ശിഷ്യന്മാർ എന്നുള്ള പദം ശ്രദ്ധിക്കുക. 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 15-ന്റെ 10. ആകയാൽ നമ്മുടെ പിതാക്കന്മാരും നമുക്കും ചുമക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വയ്ക്കുവാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത്. ശിഷ്യൻ എന്നുള്ള പദം അവിടെ കാണാം. 16-ന്റെ 1 വരുമ്പോൾ, അവൻ ദർബയിലും, അതായത് തിമോത്തിയോസും പൗലോസും ശീലാസും എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു സംഭവമാണിത്. അവിടെ വായിക്കുകയാണ്, അവർ ദർബയിലും ലുസ്രയിലും ചെന്ന് അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. തിമോത്തിയോസിന്റെ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഈ തിമോത്തിയോസ് ആരായിരുന്നു? കർത്താവിന്റെ ശിഷ്യനായിരുന്നു. ഓക്കെ, അങ്ങനെ പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ ശിഷ്യൻ എന്നുള്ള പദം എഴുതിയിരിക്കുന്ന വേറെ ഭാഗം, അതിന്റെ 18-ാമത്തെ അധ്യായം, 18-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, പൗലോസ് 3-ാം മിഷണറി യാത്ര ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഈ വായിക്കുന്നത്. അവിടെ കുറെ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ടു. ക്രമത്താലെ ഗലാത്തിയിലും പ്രുഗയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെ ഒക്കെയും ഉറപ്പിച്ചു. അവിടെ ശിഷ്യൻ എന്നുള്ള പദം കാണാം. 27-ാമത്തെ വാക്യത്തിൽ ഇതേ കിടക്കുന്നു, അവൻ ആഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. വീണ്ടും 19-ാമത്തെ അധ്യായത്തിൽ 19-ന്റെ 1, അപ്പല്ലോസ് കൊരിന്തിയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ശിഷ്യന്മാരെ കണ്ടു. 9-ാമത്തെ വാക്യം, എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുൻപാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. ഓക്കെ, ഞാനിതെല്ലാം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ എവിടെ നോക്കിയാലും, യെരുശലേമിലും ദമസ്കോസിലും പിന്നെ അങ്ങോട്ട് ദർബയിലും, ഇവിടെ എല്ലാം കാണുന്ന എവിടെ? എഫെസോസിൽ വരെ ഇപ്പൊ നമ്മൾ വന്നു. എഫെസോസിൽ വരെ കാണുന്ന ആരാ? മൊത്തം ശിഷ്യന്മാരാ. നമ്മുടെ പള്ളി ചെന്ന് വെച്ച് നോക്കിയേ, വിശ്വാസികളെല്ലാം ഒന്ന് കൈവക്കാൻ പറഞ്ഞാൽ സകലയാണോ കൈവോ? യെസ്, ഇന്ന് രാത്രി നമ്മുടെ ചിന്തകൾ മാറ്റിയേ പറ്റൂ, നമ്മുടെ രീതികൾ മാറ്റിയേ പറ്റൂ. 19-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചപ്പോൾ ശിഷ്യന്മാർ അവനെ വിട്ടില്ല. ഓക്കെ, അങ്ങനെ തുടങ്ങി. വീണ്ടും വരുമ്പോൾ 20-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ തങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുന്നു. ശിഷ്യന്മാർ എന്നുള്ള പദം അവിടെ കാണാം. 21-ന്റെ 3 വന്നേ, അവിടെ കിടപ്പുണ്ട്. കുപ്രോസ് ദ്വീപ് കണ്ട് അവിടെ അതിനെ ഇടതുപുറം വിട്ട് സിറിയയിലേക്ക് ഓടി സോരിൽ വന്നിറങ്ങി കപ്പൽ അവിടെ ചരക്ക് ഇറക്കുവാനുള്ളതായിരുന്നു. ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി. അപ്പൊ എവിടെ വരെ എത്തി? കുപ്രോസ് ദ്വീപിൽ വരെ ശിഷ്യന്മാരുടെ എണ്ണം അങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ദൈവമക്കളെ, നമ്മളെ വിളിച്ചത് എന്തിനാണെന്നറിയോ? ഈ സുവിശേഷം എത്തിയിട്ടില്ലാത്തടത്തൊക്കെ ഈ സുവിശേഷം എത്തിക്കാൻ വേണ്ടിയിട്ടാ. ഇങ്ങനൊരു വലിയ ദൗത്യം നമ്മുടെ മേൽ. നോക്കി, സഭയ്ക്കകത്ത് എവിടുന്ന? യെരുശലേമിൽ തുടങ്ങിയതാ. എത്ര ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ദൈവം ശക്തമായി ഉപയോഗിച്ച മനുഷ്യനാണ് ശൗൽ എന്ന് പറയുന്ന പൗലോസ്. 21-ന്റെ 16 കാണാം, കൈസരിയിലെ ശിഷ്യന്മാരിൽ, കൈസരിയിലെത്തിയ ശിഷ്യന്മാര്. യെരുശലേമിൽ തുടങ്ങിയതാ. കർത്താവ് പറഞ്ഞ വാക്ക് എത്ര അക്ഷരീയമായിട്ട് നടക്കുക. നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമരിയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷ്യമാകുമെന്ന് പറഞ്ഞത് ലിറ്ററലി നടക്കുന്നതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അവിടെ എല്ലാ ശിഷ്യന്മാരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക. 16 തന്നെ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. കുപ്രോസുകാരനായ നാസോൻ അല്ലെ എന്ന ഒരു പഴയ ശിഷ്യനോടുകൂടെ, പഴയ ശിഷ്യൻ. അപ്പൊ ഇവിടെ സുവിശേഷം നേരത്തെ എത്തിയെന്ന അർത്ഥം. ഓക്കെ, അവിടെ കാണാം. എനിക്ക് അതാണ് ലാസ്റ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇത്രയും വാക്യങ്ങളിൽ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു എഴുതിയവരുണ്ടെന്ന് എണ്ണീട്ട് നോക്കി പറഞ്ഞ എത്രയാന്ന് എനിക്ക് തോന്നുന്നു 27 28 പ്രാവശ്യം ഈ ഭാഗങ്ങളിൽ ശിഷ്യൻ എന്നുള്ള പദം നമുക്ക് കാണാം. ഓക്കെ, ഇത്രയും വാക്യങ്ങളിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ ഏറ്റവും വലിയ ഫോക്കസ് എന്തായിരുന്നു? ചെല്ലുന്നിടത്തൊക്കെ ശിഷ്യന്മാരെ ഉളവാക്കുക, വിശ്വാസികളെയും പ്രസംഗിക്കുന്നവരെയും കൂട്ടത്തെ ഉണ്ടാക്കുക അല്ല, ശിഷ്യന്മാരെ ഉണ്ടാക്കുക ആയിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമസഭയുടെ ഭാഗമായിരിക്കുന്ന ഞാനും നിങ്ങളും എന്തോ ചെയ്യണം? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതോ തലയ്ക്ക് മേളിൽ കൂടെ പോവാണോ?
ഒത്തിരി വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. വാക്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതിന്റെ ചുരുക്കം എത്രയേ ഉള്ളൂ? ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ മെയിൻ ടാർഗറ്റ് ശിഷ്യന്മാരെ ഉളവാക്കുക എന്നുള്ളതാണ്. ചങ്കത്തോട്ട് കൈവച്ചിട്ടൊന്ന് പറയാമോ? ഇന്നോട്ട് എന്റെ ഫോക്കസ് അതാ. ദൈവം അതിന് എന്ത് ഫോക്കസ് ചെയ്യുന്നോ, എന്ത് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞോ, അതാണ് നമ്മുടെ ഫോക്കസ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അടുത്ത ആറാമത്തെ കാര്യം, അഞ്ചാമത്തെ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ആറാമത്തെ കാര്യം, ഈ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നടക്കുന്ന കുറെ ഇൻസിഡന്റുകളുണ്ട്, ഒത്തിരി സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങളെ എല്ലാം നിങ്ങൾ എടുത്തൊന്ന് പഠിച്ചു നോക്കി. അതിന്റെ എല്ലാം റിസൾട്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സുവിശേഷം സ്പ്രെഡ് ആകുക. സുവിശേഷം സ്പ്രെഡ് ആകുക. ഓരോന്നും എടുത്തു നോക്കൂ. കാരാഗൃഹ പ്രമാണി മാനസാന്തരപ്പെടുന്നത് തുടങ്ങി. എല്ലാ ഇൻസിഡന്റ്, ഏത് ഇൻസിഡന്റ് എടുത്ത് നോക്കിയാലും 8-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസുമായി പ്രസംഗിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ അവസാനം എന്തുവാ? പൗലോസിനെ ഉപദ്രവിച്ചു. അതിന്റെ റിസൾട്ട് എന്തുവാ? 5-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ കാരാഗൃഹത്തിൽ പിടിച്ചിട്ടു. എന്തായിരുന്നു റിസൾട്ട്? പൗലോസിനെ ശീലാസിനെ കാരാഗൃഹത്തിൽ പിടിച്ചിട്ടു. റിസൾട്ട് എന്തുവാ? അല്ലെ, 5-ാമത്തെ അധ്യായത്തിൽ കാരാഗൃഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവര് പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തിയിലെ എല്ലാ ഇൻസിഡന്റിന്റെയും അവസാനം മാനസാന്തരവും രക്ഷയും ഇവാഞ്ചലിസവും നടക്കും. സോ നമ്മൾക്കും അത് തന്നെ, നമ്മുടെ ലൈഫിൽ നടക്കുന്ന സകല ഇൻസിഡന്റും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് വരുന്നതാകട്ടെ. അത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. ഓക്കെ, ഇനി അടുത്ത 7-ാമത്തെ വളരെ അതിപ്രധാനമായ മറ്റൊരു പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ ബൈബിളും തുറന്നാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വളരെ പ്രസക്തമേറിയ ഒരു പ്രാർത്ഥനയാണ്. യേശു പ്രാർത്ഥിച്ച ഒരു വലിയ പ്രാർത്ഥന. ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേര് മിഷൻ ഓറിയന്റഡ് പ്രയർ എന്നാണ്. മിഷൻ ഓറിയന്റഡ് പ്രയർ അഥവാ ദൗത്യ നിർവഹണ പ്രാർത്ഥന. യേശുവിന്റെ ദൗത്യ നിർവഹണ പ്രാർത്ഥന. ഈ രീതിയിൽ നിങ്ങൾ ഇതിനെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വാക്യത്തിനകത്ത് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ചില സംഭവങ്ങൾ വേഗത്തിൽ നിങ്ങളെ ഒന്ന് എടുത്തു കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ അധ്യായം, ഈ 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ മുഴുവൻ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് യേശു പറയുന്ന ചില കാര്യങ്ങൾ, അതിനകത്ത് വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം 8-ാമത്തെ വാക്യം നമ്മളൊന്ന് ബൈബിളിൽ നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ട്ബുക്കിനകത്ത് മെൻഷൻ ചെയ്യുകയോ ചെയ്താൽ നന്നായിരിക്കും. കഥ പറയാണ്, പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന പിതാവിനോടാ, തന്റെ ശിഷ്യന്മാരെ മുമ്പിൽ നിർത്തിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അപ്പം കർത്താവ് ശുശ്രൂഷ ചെയ്തത്, ശിഷ്യന്മാരെ ഉളവാക്കിയത്, അത്ഭുതങ്ങൾ ചെയ്തത്, ഈ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ചത് കർത്താവിന്റെ വചനം കൊണ്ടാണ്. കർത്താവ് ആ വചനം തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇനി അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. കർത്താവ് ഈ ശിഷ്യന്മാരെ നോക്കിയിട്ട് പിതാവിനോട് പറയുക, പിതാവേ, നിങ്ങൾ ആ സന്ദർഭമെല്ലാം ഒന്ന് കാണണേ, മനസ്സിലൊന്ന് ഭാവന കണ്ടു നോക്കി. തന്റെ മുമ്പിൽ നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുക, പിതാവേ, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഇവിടെ യേശു പറയുന്ന പ്രധാനമായ ഭാഗം ഇതാണ്. പിതാവേ, ഞാൻ ഇനി ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുക. ദൈവമക്കളെ, മിഷൻ ഓറിയന്റഡ് പ്രയർ ആണിത്, അല്ലെങ്കിൽ ദൗത്യ നിർവഹണ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ദൗത്യം ഏൽപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനകത്ത് പറയുന്നത്, ഞാൻ ഈ ഇവിടെ ഇരിക്കുന്നില്ല, എനിക്ക് പകരം ഇവരിവിടെ ഇരിക്കാൻ പോവാം. പ്രൈസ് ഗാഡ്. നിങ്ങൾ ഇതിനോട് ചേർന്നൊരു വാക്യവും കൂടെ ഒന്ന് വായിച്ചാട്ടെ. 1 യോഹന്നാൻ 4:17 ഒന്ന് വരാമോ? 1 യോഹന്നാൻ 4:17. വാക്യങ്ങൾ സമയം കളയേണ്ടെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ തന്നെ വായിക്കുന്നത്. 1 യോഹന്നാൻ 4:17 ഇങ്ങനെ കാണാം, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞു വന്നിരിക്കുന്നു. അടുത്ത ഭാഗം, അവൻ ഇരിക്കുന്നത് പോലെ നാം ഈ ലോകത്തിൽ ഇരിക്കുന്നു. ഓക്കെ, നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തിൽ എന്താ പറയുന്നത്? ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുക. അപ്പൊ ഇവരെങ്ങനെ ലോകത്തിൽ ഇരിക്കുന്നത് എന്നാണ് അതിന്റെ വിശദീകരണത്തിൽ യോഹന്നാൻ ഇവിടെ പറയുന്നത്. 1 യോഹന്നാൻ 4:17 പറയുന്നത്, അവൻ ഇരിക്കുന്നത് പോലെ, അതായത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ഇരിക്കുന്നത് പോലെ നാം ഈ ലോകത്തിൽ ഇരിക്കുന്നു. അതിന്റെ ഇംഗ്ലീഷ് എടുത്ത് വായിച്ചു നോക്കിയാൽ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ആസ് ഹി ഈസ് സോ വി ആർ ഇൻ ദിസ് വേൾഡ്. ആസ് ഹി ഈസ് സോ വി ആർ ഇൻ ദിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയാണോ ഈ ലോകത്തിൽ ഇരുന്നത് അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ ഇരിക്കാം. ഓ ജീസസ്. ദൈവമക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം പറയട്ടെ. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എൻ്റെ ചില ആൾക്കാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ റിജക്ഷൻ ഒക്കെ അനുഭവിക്കുമ്പോൾ, ചില ആൾക്കാരൊക്കെ നമ്മളെ മൈൻഡ് ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അപകർഷതാ ബോധവും നമുക്കൊരു എന്തോ അകത്തുണ്ടാകുന്ന റിജക്ഷന്റെ ആ ഫീലിംഗും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും, ഓ എന്നെ ആർക്കും വേണ്ട, എൻ്റെ ലൈഫ് എന്തുവാ ഇങ്ങനെ. ചില ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും, നമ്മൾ വിചാരിക്കും, ഓ എൻ്റെ ലൈഫ് എന്തോ ഇങ്ങനെ ആയെന്നൊക്കെ. നിങ്ങളുടെ ലൈഫിന്റെ വാല്യൂ എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എല്ലാവരും ചെവി തുറന്ന് കാര്യം ഒന്ന് കേട്ടാട്ടെ ദൈവമക്കളെ. നിങ്ങളുടെ ലൈഫിന്റെ വാല്യൂ കർത്താവ് പറഞ്ഞ പദത്തോട് ചേർത്ത് പറയട്ടെ, പിതാവേ, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവര് ലോകത്തിൽ ഇരിക്കുക. മറ്റേ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, പിതാവേ,
അവൻ ഇരുന്നത് പോലെ ഇവർ ഈ ലോകത്തിൽ ഇരിക്കുക, അവന് പകരം അവൻ ഇരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ യേശു ഈ ലോകത്തിൽ ഇരുന്നതിന്, ഈ ലോകത്തിൽ ജീവിച്ചതിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടോ, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് അത്രയും പ്രാധാന്യമുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? അത് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ വാല്യൂ അല്ല ഉള്ളത്. നിങ്ങളുടെ ലൈഫിന്റെ വാല്യൂ കർത്താവ് ഈ ലോകത്തിൽ ഇരുന്നാൽ എന്തുമാത്രം വാല്യൂ ഉണ്ടോ അത്രയും വാല്യൂ ഉണ്ട്. ഈ വചനം നിങ്ങളെ കുറിച്ചാ പറയുന്നത് മനസ്സിലാക്കി ഒരു ആമേൻ പറയാം. ഇനി എന്റെ ജീവിതം ഒന്നും അല്ലെന്നോ, ഞാൻ ആരും അല്ലെന്നോ, എന്റെ ലൈഫ് ആർക്കും വേണ്ടെന്നോ, നോ, അത് പറയല്ലേ. യേശു ഈ ലോകത്തിൽ ജീവിച്ചതിന് എത്രമാത്രം വാല്യൂ ഉണ്ടോ അത്രയും വാല്യൂ ഉണ്ട് നിങ്ങളുടെ ലൈഫിന്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഈ വചനമൊക്കെ നമ്മുടെ അകത്ത് കത്തട്ടെ. ഈ വചനമൊക്കെ ഇന്ന് രാത്രി നിങ്ങളുടെ ഉറക്കം കെടുത്തട്ടെ. ഇന്ന് രാത്രി ചെന്നേച്ച് കിടന്ന് ഉറങ്ങല്. ഇന്ന് രാത്രി മുട്ടുമേലിരുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലെവലിനെ, നിലവാരത്തെ ദൈവാത്മാവ് ഇന്ന് രാത്രി ചേഞ്ച് ചെയ്യാൻ പോവാ. ഈ വചനങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തോടെയോ ഒരു സ്റ്റഡി കേൾക്കുന്ന ലാഘവത്തോടെ കേൾക്കാതെ ഇന്ന് രാത്രി നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു നിലവാരത്തെ ദൈവാത്മാവ് ചേഞ്ച് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇത് ആത്മാവിൽ സ്വീകരിച്ചാട്ടെ. ദൈവാത്മാവ് ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ചിലത് ദൈവാത്മാവ് ചെയ്യാൻ പോവാ. ഓ ജീസസ്, ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിനകത്ത് ആ ഒരു ലെവൽ വ്യത്യാസം തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. അതാ പറഞ്ഞു, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവര് ഈ ലോകത്തിൽ ഇരിക്കുക. അമാരോട് കൈ ചേർത്ത് വെച്ചിരുന്ന് പറയാമോ, കർത്താവെ അങ്ങയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിൽ ഇരിക്കുന്നത്? ഒന്ന് പറയാമോ, കർത്താവെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ ഇരിക്കുന്നത്? ഒന്ന് പറഞ്ഞോ, വാതുറന്ന് ഒന്ന് പറഞ്ഞോ. യെസ്, ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞോ, കർത്താവെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടിയാണ് ലോകത്തിൽ ഇരിക്കുന്നത്. സ്വർഗം അത് കേൾക്കട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ അത് കേൾക്കട്ടെ. യെസ്, നിങ്ങൾക്ക് തന്നെ അത് ബോധ്യമാകട്ടെ, ഞാൻ യേശുവിന് വേണ്ടിയാണ് ലോകത്തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ശ്രദ്ധയെ. നമ്മൾ ഈ ലോകത്തിൽ ഇരിക്കുകയാണെങ്കിൽ 14ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികനല്ല. യേശുവിനെ നമ്മളുമായിട്ട് യേശു കമ്പയർ ചെയ്യുന്നുണ്ടോ? യേശു എന്തായിരുന്നു, നമ്മൾ അതിലേക്ക് വരിക. ഇനി യേശു എന്തായിരുന്നു അത് തന്നെ ദൈവം നമ്മളെ കമ്പയർ ചെയ്ത് പറയുക. ഞാൻ ലൗകികനല്ല, അവരും ലൗകികനല്ല. ഞാൻ ദൈവത്തിന്റെ വചനം കൊണ്ട് ശുശ്രൂഷ ചെയ്തത്, ആ വചനത്തെ ഇവർക്ക് ഞാൻ കൊടുത്തു. വാവ്. ഇനി നിങ്ങളുടെ ലൈഫ് നിസ്സാരമായി നിങ്ങൾ കാണല്ലേ. യു ഹാവ് സംതിങ് ഗ്രേറ്റ് ടു ഡു, അക്കംപ്ലിഷ് ഓൺ ദിസ് എർത്ത്. നിങ്ങൾക്ക് വലിയ കാര്യം ഈ ഭൂമി ചെയ്യാനുണ്ട്, വലിയ കാര്യങ്ങൾ. അത് വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ഇരുന്നു പോയല്ലോ എന്നുള്ള ഒരു 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 മനോഭാവത്തിലാണോ ഇരിക്കുന്നത്? നിങ്ങളൊന്ന് ചിരിച്ചേ, ഒന്ന് സന്തോഷത്തോടെ ഒന്ന് ഇരുന്നേ. നിങ്ങൾക്ക് കർത്താവിന്റെ വചനം കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുക. യേശുവിനെ പോലെ നിങ്ങളെ ഇവിടെ ആക്കി വെച്ചിരിക്കുക. നിങ്ങളെ ദൈവം യേശുവിനെ പോലെ ഇവിടെ ആക്കി വെച്ചേക്കുക. യേശുവിന്റെ ആ ദൗത്യം ഇന്ന് നമ്മുടെ കയ്യിലാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ ഒന്ന് ഇരുന്നേ, ഒന്ന് നേരെയൊക്കെ ഒന്ന് ഇരുന്നേ. കർത്താവ് നിങ്ങളെ വലിയ കാര്യം ഏൽപ്പിച്ചേക്കുക. നമ്മളിപ്പോ എഴുന്നേക്കാൻ മേലാത്ത പോലെ കർത്താവ് ഇതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്നിട്ട് പോകാന്ന് വിചാരിച്ചാണോ ഇരിക്കുന്നത്? നോ, ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മുടെ മേലിട്ടിരിക്കുക. ഞാൻ ആ ഒരു കാര്യം ഉറപ്പായിട്ട് ഇന്ന് രാത്രി ആത്മാവിൽ ദൈവ സാന്നിധ്യത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പറയുക, നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു വലിയ ചേഞ്ച്, ഒരു ഷിഫ്റ്റ് ഇന്ന് രാത്രി സംഭവിക്കുകയാണ്. ആത്മതലത്തിൽ ഒരു വലിയ ഷിഫ്റ്റ് ഇന്ന് രാത്രി ദൈവാത്മാവ് ചെയ്യുക. ആമേൻ. അടുത്തത് ഇതേ വാക്യം തന്നെ കർത്താവ് പറയുന്നത്, ഞാൻ ലൗകികനല്ലാത്ത പോലെ ഇവരും ലൗകികന്മാരല്ല. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് 16ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ലൗകികനല്ല, ഇവരും ലൗകികനല്ല. യേശുവിന്റെ പ്രാർത്ഥനയുടെ കണ്ടന്റ് നിങ്ങൾ നോക്കി. യേശുവിന്റെ പ്രാർത്ഥനയുടെ കണ്ടന്റ്, ഇവർക്ക് പൈസ കിട്ടണമെന്നോ, വണ്ടി കിട്ടണമെന്നോ, വള്ളം കിട്ടണമെന്നോ അല്ല യേശു പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അതിന്റെ 18ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെ ലോകത്തിലേക്ക് അയക്കുക. ഈ വാക്യം നിങ്ങളോടാണ്, നിങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് വായിക്കാവോ ആ വാക്യം? നിങ്ങളെ കുറിച്ച് ഈ വാക്യം പറയുന്നത്, അങ്ങനെ ഒന്ന് വായിച്ചേ. യേശു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയാ, പിതാവേ നീ എന്നെ എങ്ങനെ ലോകത്തിലേക്ക് അയച്ചോ അതുപോലെ ഞാൻ ഇവരെ ലോകത്തിലേക്ക് അയക്കുക. വിശ്വസിക്കാമോ ഈ വാക്യം നിങ്ങളെ കുറിച്ചാണ്? ഹലോ, നിങ്ങളെ കുറിച്ച് ഈ വാക്യം എങ്ങനാ? നിങ്ങൾ എങ്ങനെ ഈ ലോകത്തിൽ ഇരിക്കുന്നത്? നിങ്ങൾ എങ്ങനെ ഈ ലോകത്തിലേക്ക് വന്നത്? എങ്ങനെ യേശുവിനെ പിതാവ് ഈ ലോകത്തിലേക്ക് അയച്ചോ? അല്ലെ, അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ. യേശുവിനെ വലിയൊരു ഉത്തരവാദിത്വമായിട്ടാ ദൈവം തമ്പുരാൻ, പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചത്. യേശു തമ്പുരാൻ എന്നെയും നിങ്ങളെയും വലിയൊരു ദൗത്യം ഏൽപ്പിച്ച ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്, നമ്മെ എല്ലാവരെയും കർത്താവ് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് അവൻ നമുക്കൊരു വലിയ മാതൃക വെച്ചു പോയിരിക്കുന്നു. അത് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാ. യേശു ജീവിച്ചതുപോലെ ജീവിക്കാനും യേശു ചെയ്തതുപോലെ ചെയ്യാനും വേണ്ടി. ഈ ദൗത്യം ഇത് രാത്രി മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ അന്യഭാഷ പറഞ്ഞു തുടങ്ങിക്കേ. നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് ഇതിനെയൊക്കെ ഒന്ന് സ്വീകരിച്ച് ആത്മതലത്തിൽ ഇതൊന്ന് അകത്തേക്ക് കയറട്ടെ, ഇതൊക്കെ ഒന്ന് കത്തട്ടെ. പ്രൈസ് ഗോഡ്. നീ എന്നെ എങ്ങനെ ലോകത്തിലേക്ക് അയച്ചോ അതുപോലെ ഞാൻ ഇവരെ അയച്ചിരിക്കുക.
ഓക്കെ, ഇനി 20ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഈ ഒരു വാക്യമാണ് പ്രധാനമായിട്ട് ഞാൻ ഇതിന്റെ മിഷൻ ഓറിയന്റഡ് പ്രയർ എന്ന് പറയാനുള്ള കാരണം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഞാൻ അപേക്ഷിക്കുക. അപ്പൊ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി കൂടെ കർത്താവ് പ്രാർത്ഥിച്ചു. തന്റെ ശിഷ്യന്മാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരിലൂടെ അല്ലേ നമ്മളും കർത്താവിനെ അറിഞ്ഞ് ഇന്ന് ലോകത്തിൽ കർത്താവിനെ വേണ്ടി ജീവിക്കുന്നത്, അല്ലേ? ഇതിഹാസമൊക്കെ ശരി, അല്ലെങ്കിൽ ഹിസ്റ്ററി ഒക്കെ ശരിയാണെങ്കിൽ തോമസ് ഇന്ത്യ വന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് കർത്താവിനെ അറിഞ്ഞത്. വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടത് വേറെ വസ്തുത. യേശുവിന്റെ ശിഷ്യന്മാർ ആരൊക്കെയോ ഇവിടെ ഭാരതത്തിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് യേശുവിന്റെ ശിഷ്യന്മാരായത്. അപ്പൊ അവരിലൂടെ ശിഷ്യന്മാരായ നമുക്ക് വേണ്ടി കൂടെ കർത്താവ് അന്ന് പ്രാർത്ഥിച്ചു, അല്ലേ? ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, ഇവരിലൂടെ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ കർത്താവിന്റെ കാഴ്ചപ്പാട് നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആത്മാവ് നമുക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഇടിവിൽ നിൽക്കുന്നു നമ്മൾ വായിക്കുന്നത്, അല്ലെ, റോമാലേഖനത്തിൽ. അപ്പം ദൈവം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മിലൂടെ രക്ഷിക്കപ്പെടാൻ ഇരിക്കുന്നവർക്കും വേണ്ടിയും കൂടെ ഇടിവ് നിൽക്കുക. കർത്താവ് ഇന്റർസീഡ് ചെയ്യുക, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. എന്തിനു വേണ്ടി കൂടെ പക്ഷപാതം ചെയ്യുന്നത്? നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മിലൂടെ രക്ഷയിലേക്ക് വരേണ്ടവർ. അപ്പം കർത്താവിന് എന്തോ ആഗ്രഹമുണ്ട്, നമ്മിലൂടെ 10 പേര് കർത്താവിനെ അറിയണമെന്നൊരാഗ്രഹവും കൂടെ ഉണ്ട്. അപ്പൊ ഇന്ന് തൊട്ട് നമ്മുടെ അധരങ്ങൾ തുറന്ന് നമ്മൾ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ഞാനൊരു അനുഭവ സാക്ഷ്യം പറഞ്ഞോട്ടെ. ഒരു അനുഭവ സാക്ഷ്യം. ഒരിക്കല് ശ്രീലങ്കയിൽ നിന്ന് ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഡൽഹിയിൽ ഞങ്ങളുടെ ബൈബിൾ കോളേജ് വന്നു. ആ ദൈവദാസൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ എന്റെ ലൈഫിൽ ഒരു വ്യക്തിയെ ഞാൻ കർത്താവിന് വേണ്ടി നേടി. ആ വ്യക്തിയിൽ നിന്ന് ഞാൻ കണ്ടുമുട്ടുന്നത്, അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ, തെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. ആ ഭിക്ഷ യാചിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ദൈവാത്മാവ് ഈ ദൈവദാസന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് നീ നിന്റെ വീട്ടിൽ പോകണം, നിന്റെ വീട്ടിൽ താമസിപ്പിക്കണം. ഈ മനുഷ്യൻ പെട്ടെന്ന് ഷോക്കായി. എടാ, വഴിയിൽ നിന്ന് യാചിച്ചുകൊണ്ടിരിക്കുന്ന ഭിക്ഷക്കാരനെ എന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ ഞാൻ എന്ത് വിശ്വസിച്ചുകൊണ്ട് ചെയ്യും? അദ്ദേഹം അതിനെ ഇഗ്നോർ ചെയ്തു. അദ്ദേഹം തിരിച്ചു വീട്ടിൽ വന്നു. പിന്നീട് എപ്പോ അതുവഴി യാത്ര ചെയ്താൽ ഈ മനുഷ്യനെ കാണുമ്പോൾ ദൈവാത്മാവ് ഭയങ്കര ശക്തമായിട്ട് ഹേമിക്കുക, ഈ മനുഷ്യനെ വിളിച്ചോണ്ട് വീട്ടിൽ പോകാൻ. അങ്ങനെ പല പ്രാവശ്യമായി ഇദ്ദേഹം അതെല്ലാം ഇഗ്നോർ ചെയ്തു. കാരണം ഒരു മനുഷ്യനും ചെയ്യാത്തൊരു കാര്യം, ഒരു ഭിക്ഷക്കാരനെ വിളിച്ചോണ്ട് വീട്ടിൽ പോകും, ആരും അറിയാത്ത, എന്താണെന്നറിയാത്ത ഒരു മനുഷ്യനെ വിളിച്ചോണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞാൽ നമുക്ക് ദൈവം പറഞ്ഞ പോലും പുള്ളി അത് ചെയ്തില്ല. അവസാനം കുറെ ദിവസം കഴിഞ്ഞപ്പോ പിന്നീട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ശക്തമായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം പുള്ളി ദൈവാത്മാവിനെ അനുസരിക്കാൻ തീരുമാനിച്ചു. ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ താടിയും മുടിയും ഒക്കെ വെട്ടി, അദ്ദേഹത്തെ കുളിപ്പിച്ച് വസ്ത്രമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ 2 വർഷത്തിന് മേളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. ആ ദേവദാസൻ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞ സാക്ഷ്യം ഞാൻ കേട്ടതാ. 2 വർഷം അദ്ദേഹം വീട്ടിൽ താമസിച്ചു, അദ്ദേഹത്തെ ബൈബിള് പഠിപ്പിച്ചു, അവസാനം രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം ബൈബിള് പഠിച്ചു. രത്നചുരുക്കം പറയട്ടെ, ഇത് സംഭവിക്കുന്നത് കോവിഡിന് മുമ്പുള്ള സമയത്താണ് ഈ സംഭവം. ഞാൻ ഈ സാക്ഷ്യം കേൾക്കുന്നത് കോവിഡിന് മുമ്പ് നടക്കുന്ന സമയം. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ആ ഭിക്ഷ നിങ്ങൾ ഇന്ന് എന്താ പറയുന്നത്, ശ്രീലങ്ക എയർപോർട്ടിന്റെ തൊട്ടടുത്ത് ചെന്നാൽ അവിടെ ഒരു വലിയ സഭയുണ്ട്. അന്ന് കോവിഡിന് മുമ്പ് 5000 പേരുണ്ടായിരുന്ന സഭയിൽ ആ ചർച്ചിന്റെ പാസ്റ്ററാണ് ആ ഭിക്ഷക്കാരൻ. വിശ്വസിക്കാൻ പറ്റുമോ? ഈ ദൈവദാസൻ ഒരാത്മാവിനെ നേടിയതാ. ആ ആത്മാവ് നേടിയത് ആയിരങ്ങളെയാ. അതിനേക്കാൾ വലിയ രസം, കോവിഡിന്റെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഡൽഹി കൊണ്ടുവന്ന ദൈവദാസനോട് ഞാൻ ചോദിച്ചു, ദൈവദാസനെ ആ പാസ്റ്ററെ കുറിച്ച് വല്ല അറിവുണ്ടോ? കാരണം ഞാനിങ്ങനെ ഈ ഡിസൈപ്പിൾഷിപ്പ് പറയുന്നിടത്തേക്ക് ഈ സാക്ഷ്യം പറയാറുണ്ട്. അപ്പൊ ആ ദൈവദാസനെ കുറിച്ച് അതുകൊണ്ട് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ഞാൻ ചോദിച്ചു, ദൈവദാസനെ ആ ദൈവദാസനെ കുറിച്ച് അറിയാമോ? എന്തെങ്കിലും റീസെന്റ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? അദ്ദേഹം പറഞ്ഞു, ഇപ്പം കോവിഡിൽ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ചർച്ചിൽ ഇപ്പൊ 10,000 പേരായിരുന്നു. കോവിഡ് കഴിഞ്ഞ സമയത്ത് ദൈവം ഒരു മനുഷ്യനൊക്കെ ഉപയോഗിക്കാൻ, ഇന്ന് രാത്രി നമ്മളെയൊക്കെ ദൈവം അങ്ങനെ ഉപയോഗിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ദൈവദാസനോട് ചോദിച്ചു, ദൈവദാസനെ ആ ദൈവദാസനെ പറ്റി വല്ല അറിവുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ അദ്ദേഹത്തിന്റെ ചർച്ച 15,000 പേരായെന്ന്. ഞാൻ അതിശയോക്തി ഒന്നും അല്ല പറയുന്നത്, റിയൽ ആയിട്ട് ആ ദൈവദാസനെ നേടിയ ഞാൻ പറഞ്ഞു, ഒരു ഭിക്ഷക്കാരനെയൊക്കെ ദൈവത്തിന് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഒന്നും നമ്മുടെ കഴിവ് കൊണ്ട് ശ്രേഷ്ഠത കൊണ്ട് ഒന്നുമല്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലവാന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രി കരമുയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞേ, കർത്താവെ, ഈ ബലഹീനനായി എന്നെ തിരഞ്ഞെടുത്തതിനായി നന്ദി, ഈ ഭോഷനായി എന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി എന്നത് പറയാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. നമുക്ക് ഒരുമിച്ചൊന്ന് ഇറങ്ങാം ദൈവമക്കളെ. അധികം പേരെ വേണ്ട, ഒരാളെ നേടിയാൽ മതി. അവർ 1000 നേടുന്നവരാണെങ്കിൽ പ്രൈസ് ഗോഡ്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ലോക പ്രസിദ്ധനായ ഇന്ന് കർത്താവിൽ നിദ്ര കൊണ്ടിരിക്കുന്ന ദൈവദാസൻ പോൾ ഡേവിഡ് യോങ്കിച്ചു. ആ ദൈവദാസനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത് ഒരു പെൺകുട്ടി കൊടുത്ത ട്രാക്റ്റാ. ആ പെൺകുട്ടി ആ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ മനുഷ്യനെ ദൈവം സൗഖ്യമാക്കി.
ജീസസ്. രാത്രി ആത്മസാന്നിധ്യം ഫീൽ ചെയ്തുകൊണ്ട് തന്നെ, ആത്മസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ നിങ്ങളെ വിളിച്ച് പറയുന്നു. നിങ്ങളിലൂടെ ചിലരെ കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ വായിലെ വാക്കുകൊണ്ട് ദൈവം ചിലരെ രക്ഷയിലേക്ക് കൊണ്ടുവരും. അവർ ആയിരങ്ങളെ നേടുന്നവരായി മാറും. അവർ ലക്ഷങ്ങളെ നേടുന്നവരാകും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു അഭിഷേകം ഇന്ന് രാത്രി കൈമാറ്റം ചെയ്യപ്പെടട്ടെ. അങ്ങനെ ഇന്ന് രാത്രി ഒരു ആത്മതലം കൈമാറ്റം ചെയ്യപ്പെടട്ടെ. ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രൈസ് ഗാഡ്. ഓക്കെ, മിഷൻ ഓറിയന്റഡ് പ്രയറിനകത്ത് യേശു പറയുന്നത്, കർത്താവേ, ഇവരുടെ വചനത്താൽ രക്ഷിക്കപ്പെടാൻ ഇരിക്കുന്നവർക്കും വേണ്ടി കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടെ കർത്താവ് പറയുന്നുണ്ട്. 21-ാമത്തെ വാക്യത്തിൽ, നീ എന്നെ അയച്ചു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് വേണ്ടി. ഈ ഭാഗത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു യൂണിറ്റി എന്താണെന്നറിയോ? യേശു എങ്ങനെ പിതാവിലിരിക്കുന്നോ, എങ്ങനെ പിതാവ് യേശുവിലിരിക്കുന്നോ, അങ്ങനെ നമ്മൾ യേശുവിലാകണമെന്ന്. അത് മനസ്സിലാക്കണേ തന്നെ ഇച്ചിരി കർത്താവിന്റെ കരം നമ്മുടെ മേൽ ഒന്ന് വെളിപ്പെട്ടാലേ പറ്റൂ. ആ ഡെപ്തിൽ, കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്ന ഡെപ്തിൽ മനസ്സിലാകണമെങ്കിൽ. പ്രൈസ് ഗാഡ്. അടുത്ത 22-ാമത്തെ വാക്യം പറയുകയാണ്, പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആദം ഹവ്വയും നഷ്ടമാക്കിയ മഹത്വം ദൈവം നമുക്ക് തന്നിട്ട് പറയുക, ഗോ ആൻഡ് റീച്ച് ദ നേഷൻ. ലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം കർത്താവ് നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ്. ദൈവമക്കൾ, ഇന്ന് രാത്രി ഇത് മനസ്സിലാക്കാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. അടുത്ത റീസണിലേക്ക് വേഗത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 8-ാമത്തെ കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തോട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. യേശുവിന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു, യേശുവിന്റെ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിനുശേഷം യേശുവിന്റെ സെക്കൻഡ് ജനറേഷൻ, അവർക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു. 4-ാമത്തെ കാര്യം ഗ്രേറ്റ് കമ്മീഷൻ, കർത്താവ് നമ്മളെ നിയോഗിച്ചു. 5-ാമത്തെ കാര്യം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ വാക്യങ്ങൾ കണ്ടു, ആദിമസഭയിൽ മൊത്തം ശിഷ്യന്മാരായിരുന്നു. 6-ാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത് ഇതാണ്, ആദിമസഭയിൽ നടന്ന ഇൻസിഡന്റുകൾ മുഴുവൻ എൻഡ് ചെയ്യുന്നത് സുവിശേഷ പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ ഇവാഞ്ചലിസമായിട്ട് ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. 7-ാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് മിഷൻ ഓറിയന്റഡ് പ്രയർ, യേശുവിന്റെ ദൗത്യ നിർവഹണ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ കേട്ടത്. ഇനി അതിന്റെ 8-ാമത്തെ പോയിന്റ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ്. 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ മേലെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട്, പല ഉദ്ദേശങ്ങളുണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഉദ്ദേശത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 2 വാക്യങ്ങൾ വായിക്കുക. ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 1:8, മറ്റൊന്ന് യെശയ്യാ പ്രവചനം 61:1. 2 വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യമാണ്. 1:8 നമ്മളിങ്ങനെ വായിക്കുന്നു. ഓക്കെ, 1:8 വരുന്നതിന് മുമ്പ് യെശയ്യാ പ്രവചനത്തിലേക്ക് ഒന്ന് പോകാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:1 നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവയായ ദരിദ്രരോട് എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. അപ്പൊ ആ വാക്യം നിങ്ങളൊന്ന് ഗഹനമായിട്ട് ചിന്തിച്ചു നോക്കിയേ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പൊ ഇത് യേശുവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. നമ്മൾ യേശു തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം പുതിയ സഭയിൽ വന്ന് വായിക്കുന്ന കാര്യം, മന്ദിരത്തിൽ വന്ന് വായിക്കുന്ന കാര്യം നമുക്കറിയാം. യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ്. അപ്പൊ യേശുവിന്റെ മേൽ ആത്മാവ് വന്നതിന്റെ റിസൾട്ട് എന്തായിരുന്നു? എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുക. അത്ര ക്ലിയർ ആയേ? യേശുവിന്റെ മേൽ എന്തിനാ ആത്മാവ് വന്നത്? പ്രധാന കാര്യം, യേശു എന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ, അഭിഷേകം വന്നപ്പോൾ യേശു എന്ത് ചെയ്തു? എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ തുടങ്ങി. ഇനി അപ്പോസ്തല പ്രവൃത്തി 1:8 എന്താ വായിക്കുന്നത്? എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ ഈ നഗരത്തിൽ കാത്തിരിക്കണം. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. അപ്പൊ എന്തിനാ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത്? സാക്ഷിയാകാൻ വേണ്ടിയിട്ട്. അത്ര പിടികിട്ടിയോ? യേശുവിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ എന്തോ സംഭവിച്ചു? റിസൾട്ട്, യേശു ജാതികളോട് അനേകരോട് സുവിശേഷം പറഞ്ഞു, യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു. അപ്പം ആത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ട് എന്താ പറയുന്നത്? നമ്മൾ ഞായറാഴ്ച പള്ളി വന്നിരുന്നേച്ച് അന്യഭാഷ പറഞ്ഞേച്ച് പോകാൻ മാത്രമല്ല ദൈവം തന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനാണ്. ഇന്ന് രാത്രി എത്ര പേര് ഈ വാക്യം മനസ്സിലാക്കിക്കൊണ്ട്, എത്ര പേര് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ പറ്റും, കർത്താവേ, എന്റെ മേൽ പരിശുദ്ധാത്മാവിനെ തന്നത്, എന്റെ മേൽ ശക്തിയെ തന്നത് കർത്താവിന്റെ സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണല്ലോ കർത്താവേ.
എത്രയോ കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തുന്നു. എൻ്റെ ദൈവമക്കളെ, ഒരു പ്രസംഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഇന്ന് രാത്രി നമ്മൾ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കി ദൈവസഭ ഇനി പ്രസംഗിക്കാൻ തുടങ്ങിയേ പറ്റൂ. ദൈവസഭ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞാലേ പറ്റൂ, പറഞ്ഞു തുടങ്ങിയാലേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഒരു 2 ഉദാഹരണങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആത്മമനുഷ്യനാണ് റെയ്നാർഡ് ബോങ്കെ എന്ന് പറയുന്ന ദിവ്യാസൻ. റെയ്നാർഡ് ബോങ്കെ നിങ്ങൾ എല്ലാവരും അറിയാവുന്ന ഒരു ദിവ്യാസനാണ്. റെയ്നാർഡ് ബോങ്കെ പറഞ്ഞൊരു ഒരു 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 കോട്ടിംഗ് ഉണ്ട്. കോട്ടിംഗ് ഞാൻ എവിടെയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നോക്കിക്കോട്ടെ അത് കിട്ടുമെങ്കിൽ. അത് എടുക്കുമ്പോഴത്തേക്ക് വേറൊരു കാര്യം പറയാം. നമ്മുടെ ബില്ലി ഗ്രഹാം എന്ന് പറഞ്ഞ ദേവദാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ദേവദാസൻ. ബില്ലി ഗ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ഇനി ഒരു അവസരവും കൂടെ കിട്ടുകയാണെങ്കിൽ, അഥവാ ഇനി ഒരു ജീവിതവും കൂടെ കർത്താവ് എനിക്ക് തരികയാണെങ്കിൽ, അതായത് അദ്ദേഹം തന്റെ മരണസമയത്താണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. ഇനി ഒരു ജീവിതവും കൂടെ ദൈവം എനിക്ക് തരുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇനി ക്രൂസൈഡ് നടത്തത്തില്ല, ഞാൻ ഇനി ഡിസൈപ്പിൾഷിപ്പ് ഫോക്കസ് ചെയ്തുള്ളൂ. ആ മനുഷ്യൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ മരണസമയത്തോട് അടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മില്യൺസ് ഓഫ് ആൾക്കാരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞു, അവരെല്ലാം എന്ത് ചെയ്യും, പക്ഷെ അവരെയൊക്കെ ശിഷ്യന്മാരാക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എനിക്കിന്ന് ലോകം നേടാമായിരുന്നു. ശിഷ്യത്വത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയ അഭിഷക്തൻ പറഞ്ഞതാ. റെയ്നാർഡ് ബോങ്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് വായിക്കാം. Satan's trick to block evangelism is to keep churches busy with activities that have nothing to do with soul winning. അതായത് സഭയിലെ പല ആക്ടിവിറ്റികളിലും സഭയിലുള്ളവരെ പല ആക്ടിവിറ്റികളിലും പിശാച് ഇങ്ങനെ ബിസിയാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ, ആത്മാക്കളെ നേടാൻ സമയം ചെലവഴിക്കാത്ത മറ്റു പല ആക്ടിവിറ്റികളിലും ജനത്തെ പിശാച് സഭകളെ ബിസിയാക്കി വെച്ചേക്കുക. സോ അവിടെ പിശാചിന് എതിരില്ല, ലെറ്റ് ദം ഡു ഇറ്റ്. പിശാചിന് സഭ ചെയ്യുന്ന ഒരേ ഒരു കാര്യത്തിലേ ഉള്ളൂ എതിര്. എന്തിനാണെന്നറിയോ? സഭ ആത്മാക്കളെ നേടാൻ തുടങ്ങിയാൽ പിശാചിന് എതിരാ. അതുകൊണ്ടാണ് ഇന്നത്തെ സഭകളിലൊന്നും ആത്മാക്കളെ നേടുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടി വളരെ ചുരുക്കം ആൾക്കാർ, ഞാൻ എല്ലാവരും കൂടടച്ച് ആക്ഷേപിക്കുകയല്ല കേട്ടോ, സഭകളെ ഇതിനു വേണ്ടിയിട്ട് കണ്ണു തുറക്കാത്തതും സഭ ഇതിനു വേണ്ടി പൈസ ചെലവാക്കാത്തതും ആ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പൈസ ചെലവാക്കുന്നത് ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടാവട്ടെ, നമ്മൾ സമയം ചെലവഴിക്കുന്നത് ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടാവട്ടെ, സഭകൾ പ്രയത്നിക്കുന്നത്, സഭയുടെ ഏറ്റവും വലിയ ആക്ടിവിറ്റി ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടാവട്ടെ. ഒരു ദേവദാസൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. നമ്മുടെ ഞായറാഴ്ച സഭായോഗങ്ങൾ ഈ എന്താ പറയുന്നത്, ഈ ഇപ്പോ ക്രിക്കറ്റ് കളിയോ അല്ലെങ്കിൽ ഈ ഫുട്ബോൾ പോലുള്ള കളികളൊക്കെ ഉണ്ടല്ലോ, ഈ കളിക്കിടയ്ക്ക് റെഫറി ആൾക്കാരെ ഒന്നിച്ചു കൂട്ടുമല്ലോ. എന്തിനാണെന്നറിയാമോ? ഫീൽഡിൽ പോയി എങ്ങനെ കളിക്കണം എന്നുള്ളതിന്റെ പ്ലാൻ ഉണ്ടാക്കുന്നു. ഒരു ദേവദാസൻ പറയുക, സുവിശേഷം നേടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞായറാഴ്ച ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി കൂടി ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ആത്മാക്കളെ എങ്ങനെ നേടാമെന്നുള്ളതിന്റെ ഡിസ്കഷൻ ആയിരിക്കട്ടെ ഞായറാഴ്ച ആരാധനകൾ. വീണ്ടും ഫീൽഡിലേക്ക് പോകുന്നു, ആത്മാക്കളെ നേടുന്നു, കൊണ്ടുവരുന്നു, വീണ്ടും പ്ലാൻ ഉണ്ടാക്കുന്നു, പോകുന്നു, ആത്മാക്കളെ നേടുന്നു. അതായിരിക്കട്ടെ ആരാധനകൾ. പ്രൈസ് ഗോഡ്. ഇന്ന് അതിന് പകരം കസേര എടുത്ത് അടിക്കുകയും പൊളിറ്റിക്സ് കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ആത്മമണ്ഡലം അധപ്പതിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടത്തിനാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ദൈവമക്കളെ സകലതും വിട്ട് ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി നമുക്ക് നെഞ്ചും നെറ്റിയും കൊടുത്ത് ഇറങ്ങാം. പ്രൈസ് ഗോഡ്. ഞാൻ ഈ പറയുന്നതിന്റെ റിയാലിറ്റി എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇന്ന് തൊട്ട് നമുക്കത് ചെയ്തേ പറ്റൂ. നാം ചെയ്തില്ലേ പിന്നെ ഇത് ആര് ചെയ്യും? പ്രൈസ് ഗോഡ്. ഒരിക്കൽ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ബാംഗ്ലൂരിലുള്ള എം.എ. വറീക്സ് ദേവദാസനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പിതാവ് ഒരിക്കൽ അവിടെ പോയി. അപ്പോൾ അദ്ദേഹം ചെന്നപ്പോൾ ഈ ദേവദാസൻ അവിടെ ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു അവിടെ ചെന്ന് കുറെ നേരം ഇരുന്നതിന് ശേഷമാണ് ദേവദാസനെ കാണാൻ പറ്റിയത്. അപ്പം അദ്ദേഹം പ്രായമായ സമയത്തുള്ള കാര്യമാണ്. അപ്പം വന്നു കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നല്ലേ, ഞാൻ അല്പം ലേറ്റ് ആയി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറയാ, ഇന്ന് ആത്മാക്കളെ നേടാൻ വേണ്ടി വീട് വിസിറ്റ് ചെയ്യാൻ പോയതാ മനുഷ്യൻ പ്രായമുള്ള സമയത്ത്. അന്നും അദ്ദേഹത്തിന്റെ സഭയിൽ ഒത്തിരി പേരുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ആ സ്റ്റേറ്റ്മെന്റ് എന്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ദൈവദാസനെ, നമ്മൾ ഇത് ചെയ്തില്ല പിന്നെ ഇത് ആര് ചെയ്യുമെന്ന്. ആ ഒരു വാചകം എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കി. നമ്മൾ ചെയ്തില്ല പിന്നെ ഇത് ആര് ചെയ്യും? ഇന്ന് രാത്രി നിങ്ങളോട് തന്നെ ആ ചോദ്യം ചോദിച്ചത്, നമ്മൾ ചെയ്തില്ല പിന്നെ ഇത് ആര് ചെയ്യും? നമ്മൾ ദൈവസഭയെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ ഇത് ആര് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കും? ഓക്കെ, അടുത്ത 9ാമത്തെ പോയിന്റ്, 9ാമത്തെ റീസൺ, ഹ്യൂമൻ കൺസിഡറേഷൻ. യേശു തന്റെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. നമ്മൾ 9:36 വായിക്കുന്നു, മത്തായി സുവിശേഷം 9:36. സോ ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ നമുക്ക് അത്യാവശ്യമാണ്. മനുഷ്യൻ നശിക്കുന്നു, നരകത്തിൽ പോകുന്നു, പാപം പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്നു. നമുക്കിത് കണ്ടുകൊണ്ട് എങ്ങനെ കണ്ടില്ല എന്ന് നടിച്ചിരിക്കാൻ പറ്റും?
ഒരു ഹ്യൂമൻ കൺസിഡറേഷനിൽ ചിന്തിച്ചാൽ പോലും നമുക്ക് ഈ സുവിശേഷം ജനത്തോട് പറഞ്ഞേ പറ്റൂ. എസെക്കിയേൽ 33:8 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ മലയാളത്തിൽ എന്തുവാ? എസെക്കിയേൽ 33:8, when I say to the wicked, you wicked person, you will surely die, and you do not speak out to the dissuade them from their ways, and the wicked person will die for their sins, and I will hold you accountable for their blood. അതിന്റെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, ദുഷ്ടൻ തന്റെ ദുഷ്ടതയിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. സോ വി ആർ അക്കൗണ്ടബിൾ ആസ് എ ഹ്യൂമൻ ബീയിങ്. നമുക്ക് ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവൻ നരകത്തിൽ പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഹ്യൂമൻ കൺസിഡറേഷനിൽ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇനി അടുത്ത പത്താമത്തെ കാര്യം ഇതാണ്, ഗോഡ്സ് കൺസേൺ ഫോർ പീപ്പിൾ. ദൈവത്തിന് ജനത്തെ കുറിച്ചൊരു വലിയ കൺസേൺ ഉണ്ട്. ദൈവത്തിന്റെ കൺസേൺ യോന 4:11 മുമ്പേ അത് ഓർപ്പിച്ചു. യോന 4:11 നമ്മൾ വായിക്കുന്നത്, ദൈവം ചോദിക്കുകയാണ്, ഈ നിലവെ കിടന്ന് മരിക്കുന്ന നഷ്ടപ്പെടുന്ന ജനത്തെ കുറിച്ച് എനിക്ക് കൺസേൺ ഇല്ലേ? എനിക്ക് കൺസേൺ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമുണ്ട്, യോഹന്നാൻ 3:16. നമുക്ക് എല്ലാവർക്കും കാണാപ്പാട് അറിയാവുന്ന വാക്യം. എന്താ പറയുന്നത്? ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവത്തിന്റെ കൺസേൺ എന്താ? ആരും നശിച്ചു പോകാൻ പാടില്ല. നമ്മൾ ഇന്ന് പാടുന്ന എന്താണെന്നറിയാമോ? എന്താ വിഷയമേ? ദൈവത്തിന്റെ സ്നേഹം, ഞാനും എന്റെ വീട്ടുകാരൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. പ്ലീസ് ദൈവമക്കളെ, ഇന്ന് രാത്രി ഈ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഈ ആത്മാക്കൾക്ക്, നമ്മുടെ കൺമുമ്പിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കുറിച്ച് നമ്മൾ കണക്ക് പറഞ്ഞേ മതിയാവൂ. ദൈവത്തിന്റെ കൺസേൺ ആത്മാക്കളെ കുറിച്ചാ. നമ്മുടെ കൺസേൺ എന്തുവാ? ഈ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ അവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് ഗത്സമന തോട്ടത്തിൽ വെച്ച് അവരുടെ മുൻപിൽ പ്രാണവേദനയിലാകുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. പ്രാണവേദനയിലാകുന്ന ഒരു ഭാഗം എന്താ ദൈവമക്കളെ? എന്ന് യേശുവിന്റെ പ്രാണവേദന. എന്തിനാ യേശു കരഞ്ഞത്? എന്തിനാ യേശു നിലത്ത് വീണ് കരഞ്ഞത്? എന്തായിരുന്നു കാരണം? ഞാനിങ്ങനെ എന്റെ സരസമായ ഭാഷ ചോദിക്കാറുണ്ട്, യേശുവിന് വീട് വെക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? മക്കളെ കെട്ടിക്കാൻ പൈസ കിട്ടാഞ്ഞിട്ടാണോ? എന്തിനാ യേശു കരഞ്ഞത്? മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി അടുത്ത ദിവസം താൻ ക്രൂശിൽ മരിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഗാംഭീര്യത മനസ്സിലാക്കി ലോക മാനവജാതിയുടെ രക്ഷയുടെ കാര്യം ഓർത്തതൊക്കെ കരഞ്ഞത്. കർത്താവിന് വേറെ വേദനകളൊന്നും ഇല്ല ലോകത്തിൽ. ആത്മാക്കളെ കുറിച്ചുള്ള വേദന മാത്രമേ യേശുവിന്റെ വേദന. ആ യേശുവിനെ ഹൃദയത്തിൽ വഹിക്കുന്ന നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ നമുക്ക് ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റും? സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഒത്തിരി സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഞാൻ 1-2 പോയിന്റ് കൂടെ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസിനോട് കർത്താവ് പറയുന്നുണ്ട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കണം, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. പൗലോസിനോട് കർത്താവ് പറയും, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്, അതുകൊണ്ട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. ചങ്കോട് കൈയൊന്ന് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞേ, നിങ്ങൾ താമസിക്കുന്ന പട്ടണത്തിൽ കർത്താവിന് വലിയ ജനമുണ്ട്, വളരെ ജനമുണ്ട്. ഇനി ഞാൻ ധൈര്യത്തോടെ പ്രസംഗിക്കും. പറയാവോ? ഇനി പറയുന്നതിന്റെ ഒക്കെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പ്രൈസ് ഗാഡ്. ഇന്ന് രാത്രി ദൈവമക്കളെ, ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ കഴിയില്ല. വേഗത്തിൽ 1-2 കാര്യങ്ങളോട് ഓർപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. 11-ാമത്തെ കാരണം കോമൺ കോളിങ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. കോമൺ കോളിങ് എന്ന് പറഞ്ഞാൽ സുവിശേഷം മറ്റുള്ളവരോട് പറയാനുള്ള ഒരു കോമൺ കോളിങ്, ഒരു വിളി നമ്മുടെ എല്ലാവരുടെയും മേലുണ്ട്. അതായത് 5 തരത്തിലുള്ള ഓഫീസേഴ്സിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ടീച്ചേഴ്സായും, പ്രീച്ചേഴ്സായിട്ടും ഒക്കെ ദൈവം തെരഞ്ഞെടുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ശുശ്രൂഷകന്മാരായിട്ടൊക്കെ ഇങ്ങനെ 5 തരത്തിലുള്ള പ്രധാനപ്പെട്ട ശുശ്രൂഷയെ നമ്മൾ സഭയിൽ കാണുന്നുണ്ട്. അതുകൂടാതെ 9 തരത്തിലുള്ള ഗിഫ്റ്റ്, പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ കർത്താവ് തിരഞ്ഞെടുത്ത് ആക്കുന്നുണ്ട്. അതെല്ലാം തിരഞ്ഞെടുത്തവർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം, യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി നമ്മളെ എല്ലാവരെയും കർത്താവ് കണ്ടിരിക്കുക. ഈ ഗ്രേറ്റ് കമ്മീഷൻ യേശു പറയുമ്പോൾ അത് പാസ്റ്റർമാരോട് മാത്രമല്ല പറയുന്നത്, ഇവാഞ്ചലിസ്റ്റ്മാരോട് മാത്രമല്ല പറയുന്നത്, യേശുവിനെ അറിയുന്ന സകലരോടും പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കുക. ദൈവമക്കളെ, ഇന്ന് രാത്രി എന്നെ ഈ സന്ദേശം കേൾക്കുന്ന, ഈ ഒരു കാര്യം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ഈ വചനം നിങ്ങളോടാ പറയുന്നത്. നിങ്ങൾ ഭൂലോകത്തിൽ പോകണം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകണം. ഭാഷ അറിയത്തില്ലെന്നാണോ? തോമസ് ഇന്ത്യ വന്നപ്പോൾ തോമസിന് എന്തോ മലയാളം അറിയായിരുന്നു. ഇവിടെ വന്ന് എത്ര കുടുംബത്തെ സ്നാനപ്പെടുത്തിയിട്ടാണ് മനുഷ്യൻ പോയത്. ദൈവമക്കളെ, ഭാഷയൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഡൽഹി പട്ടണത്തിൽ വരുമ്പോൾ ഹിന്ദിയുടെ ഒരു വാക്ക് പറയാൻ എനിക്കറിയത്തില്ല.
ഇന്ന് കർത്താവിന്റെ കൃപയാൽ ഹിന്ദിയിൽ പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ ദൈവം കൃപ തന്നു. ദൈവം ഇന്ന് ഈ പട്ടണത്തിൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വാക്ക് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യം തലമുടി വെട്ടാൻ വേണ്ടി കടയിൽ ചെന്നിരുന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു, ചോട്ടാ കർണ ഹേക്കാന്ന് എന്നോട് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വെട്ടണമെന്ന്. എനിക്ക് ഏസും പറയാൻ അറിയത്തില്ല, നോയും പറയാൻ അറിയത്തില്ല. ഏസ് എന്നങ്ങ് പറഞ്ഞു. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്റെ ഇവിടെ എല്ലാം വെട്ടി തെളിച്ച് തലയോട്ടി കാണാവുന്ന പരുവത്തിൽ വെട്ടി വെച്ചു. അതാ എന്റെ ഹിന്ദിയുടെ ആദ്യത്തെ അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഒന്നും അറിയത്തില്ല. ഇന്നും നന്നായിട്ട് അറിയാവുന്നല്ല, പഠിച്ചുകൊണ്ടിരിക്കുക ഇന്നും. പക്ഷേ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, ഹിന്ദിയിൽ പ്രസംഗിക്കാൻ, ഹിന്ദിയിൽ എഴുതാൻ, ഞാൻ എഴുതിയ പല പുസ്തകങ്ങളും ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ന് പലയിടത്തും വിതരണം ചെയ്യുന്നുണ്ട്. അനേകർക്ക് അത് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. എങ്ങാണ്ട് കുഗ്രാമത്തിൽ കിടന്ന ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേര് ചേറ്റുകുഴി എന്ന, ചേറ്റുകുഴി കിടന്ന് എന്നെ ന്യൂഡൽഹി കൊണ്ടുവന്ന് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഒക്കെ ദൈവത്തിന് ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ദൈവം അത് ചെയ്യും. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കോമൺ കോളിംഗ്. ഈ കോളിങ്ങിനകത്ത് നമുക്ക് ആർക്കും എക്സ്ക്യൂസ് ഇല്ല. നിങ്ങൾക്ക് പറയാം, ഞാൻ പ്രവാചകനല്ല, ഞാൻ പാസ്റ്റർ അല്ല, ഞാനൊരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ആളല്ലെന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ യേശുവിനെ കുറിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ലെന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റും. അതാണ് എന്റെ പോയിന്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 12ാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകട്ടെ. 12ാമത്തെ കാര്യം ഇതാണ്. 1 കൊരിന്ത്യർ 12:27 നമ്മൾ വായിക്കുന്നു, നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അല്ലെ? യേശു തലയും നമ്മൾ ശരീരത്തിന്റെ അവയവങ്ങളുമാണ്. നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും അവയവങ്ങൾക്ക് ഉപയോഗമില്ലാത്തതായിട്ടുണ്ടോ? ഒരു അവയവം, എല്ലാ അവയവങ്ങൾക്കും ഉപയോഗമുണ്ട്. അപ്പൊ കർത്താവ് പറയാം, നിങ്ങൾ യേശുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാണ്. ഉദാഹരണം, നിങ്ങൾ ചെറുവിരലാണെന്ന് വിചാരിച്ചു, ദൈവസഭയുടെ ചെറുവിരലാണ് നിങ്ങൾ. ഈ വിരലിന് ഉപയോഗമില്ലേ? ഉണ്ട്. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എനിക്ക് ചർച്ചിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന്? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. സോ അതുകൊണ്ട് ആരും എന്റെ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കും നോ എക്സ്ക്യൂസ്, നോ എക്സ്ക്യൂസ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ, നോ എക്സ്ക്യൂസ്. മോനെ, എക്സ്ക്യൂസ് പറഞ്ഞതൊക്കെ മതി, നിനക്കൊരു വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് തന്നെ. ഓക്കെ, അടുത്തൊരു കാര്യം, ചർച്ച് ഒരു ബിൽഡിംഗ് ആണെന്നാണ് എഫേസ്യ ലേഖനം 2:19 പറയുന്നത്. ആ ബിൽഡിങ്ങിന്റെ കട്ടകളാണ് നമ്മൾ, അല്ലെങ്കിൽ ഇഷ്ടികകളാണ് നമ്മൾ, കല്ലാണ് നമ്മൾ, അല്ലെ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ഇരിക്കുന്ന ആ ഭിത്തിയിലോട്ട് നോക്കി, ആ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ഒരു കല്ല് അവിടെ ഇല്ലെന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ ഒരു കിഴുത്ത കാണത്തില്ലേ? പുറത്തുള്ള കാറ്റും തണുപ്പും എല്ലാം അകത്ത് കയറത്തില്ലേ? അപ്പൊ നിങ്ങൾ ആകുന്ന വ്യക്തിത്വത്തിന് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ദൈവസഭയാകുന്ന മന്ദിരത്തിനകത്ത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ഇടയന്മാരായും അങ്ങനെ ആ അടിസ്ഥാനത്തിന്മേൽ പണിതു. നമ്മൾ അതിന്റെ മീതെ പണിയപ്പെട്ടിരിക്കുന്ന കല്ലുകളാ. പറ, എനിക്കൊരു വലിയ ഉത്തരവാദിത്വം സഭയിലുണ്ടെന്ന്. ഞാൻ പാസ്റ്റർ അല്ലെന്നും ഞാൻ പ്രവാചകനല്ലെന്നും ഞാൻ സുവിശേഷൻ അല്ലെന്നും പറഞ്ഞ് ഓടിയത് മതി. ഇന്ന് രാത്രി അത് അവസാനിപ്പിച്ച് ദൈവത്തിന്റെ വിളിയിലേക്ക് തിരികെ വരിക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വേഗത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ, 2-3 മിനിറ്റ് മുമ്പോട്ട് എടുക്കുവേ. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ ആദ്യം മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, യേശു എന്തൊക്കെയാണോ അതൊക്കെ നമ്മളെയും ആക്കിയിട്ടുണ്ട്. അതൊന്ന് കമ്പയർ ചെയ്ത് ഞാൻ വേഗത്തിൽ ഒരു കാര്യം പറയാൻ പോവാം. ഇത് ഇന്ന് നാളെ പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ നാളെ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ ഇത് ഇന്ന് നിങ്ങളെ പറഞ്ഞൊന്ന് അവസാനിപ്പിക്കട്ടെ. യേശു എന്തൊക്കെയാണോ അതൊക്കെ ദൈവം നമ്മളെ ആക്കിയിരിക്കുക. ഞാൻ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക്, വാക്യം നിങ്ങൾ ഇപ്പോൾ എഴുതണമെന്നില്ല, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് എഴുതാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ വാക്യം ഇപ്പൊ പറയുന്നില്ല, ഞാൻ അത് സ്ക്രീൻഷോട്ട് ഇട്ട് തരാം. നിങ്ങളത് പിന്നീട് വായിച്ചാൽ മതി. യേശു എന്തൊക്കെയാണോ അതൊക്കെ നമ്മളുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യേശു ദൈവരാജ്യം പ്രസംഗിച്ചു. നമ്മളോട് എന്തോ പറഞ്ഞു? നിങ്ങൾ പുറപ്പെട്ട് ദൈവരാജ്യം പ്രസംഗിക്കുക. ഓക്കെ, അടുത്തത് യേശു പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് രോഗികളെ സൗഖ്യമാക്കുക. യേശു രോഗിയെ സൗഖ്യമാക്കി, നമ്മളോടും പറഞ്ഞു രോഗിയെ സൗഖ്യമാക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാം, യേശു ഭൂതങ്ങളെ പുറത്താക്കി, നമ്മളോടും പറഞ്ഞു ഭൂതത്തെ പുറത്താക്കുക. യേശു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, യേശു പറഞ്ഞു നിങ്ങളും അത് തന്നെ ചെയ്യുക. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു, നമ്മളോടും പറഞ്ഞു അത് തന്നെ ചെയ്യാൻ. യേശു ടീച്ച് ചെയ്തു, ആൾക്കാരെ പഠിപ്പിച്ചു, നമ്മളോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെയും പോയി ഉപദേശിക്കാൻ പറഞ്ഞു, അവരെയും ടീച്ച് ചെയ്യാൻ പറഞ്ഞു. യേശു ശിഷ്യന്മാരെ ഉളവാക്കി, നമ്മളും ശിഷ്യന്മാരെ ഉളവാക്കുക. അത് കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, നമ്മുടെ മേലും പരിശുദ്ധാത്മാവുണ്ട്. യേശു അഭിഷക്തനായിരുന്നു, നമ്മളും അഭിഷക്തന്മാരാണ്. യേശുവിന്റെ മേൽ മഹത്വം ഉണ്ടായിരുന്നു, നമ്മുടെ മേലും മഹത്വം ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പേ വായിച്ച വാക്യം ഓർക്കുന്നുണ്ടോ? പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. യേശു ലോകത്തിന്റെ വെളിച്ചം, നമ്മൾ മുമ്പേ പറഞ്ഞു, നമ്മളും ലോകത്തിന്റെ വെളിച്ചമാണ്. ഓക്കെ, യേശു പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്തത്. നമ്മൾ എന്തുവാ ചെയ്യുന്നത്? യേശു നമ്മളോട് പറഞ്ഞത് അവന്റെ ഇഷ്ടം നിങ്ങളും ചെയ്യുക. ഓക്കെ, യേശു പിതാവുമായിട്ട് ഒന്നാണ്. നമ്മളോട് അത് തന്നെ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17 വായിച്ചാൽ 21, 22 വാക്യങ്ങളൊക്കെ കാണാം. അവരും നമ്മെ പോലെ ഒന്നാകട്ടെ. ആ വൺനെസ്സിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരികയാണ്. ഓക്കെ, പിന്നീട് നമ്മൾ വായിക്കുന്നത്, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തെ യേശു ഇപ്പൊ ഇരിക്കുന്നത്. ആത്മതലത്തിൽ കർത്താവ് നമ്മളെ എവിടെ ഇരുത്തിയെന്നറിയാമോ?
എഫീസ് ലേഖനം 2:7-8 വായിക്കുമ്പോൾ അവിടെയുണ്ട്, അവൻ നിങ്ങളെയും ഉയർപ്പിച്ചു, അവനോട് കൂടി ഉയർപ്പിച്ചു പിതാവിന്റെ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. പിതാവ് ഇരിക്കുന്നു, പിതാവിന്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നു, യേശുവിന്റെ വലതുഭാഗത്ത് നമ്മൾ ഇരിക്കുക ആത്മതലത്തിൽ. ദൈവമക്കളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ലെവല് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്, അവൻ ഇരുന്നത് പോലെ നമ്മൾ ഇന്ന് ലോകത്തിൽ ഇരിക്കുകയാണ്. നമ്മൾ കർത്താവിലാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി വേറൊരു കാര്യം, കർത്താവ് ഈ ലോകത്ത് ചെയ്തതെല്ലാം അതുപോലെ ചെയ്യാൻ കർത്താവ് നമ്മളെ നിയോഗിച്ചിരിക്കുക, അതുപോലെ നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ ഇത്രമാത്രം വലിയ ദൗത്യമാണ് നമ്മുടെ മേലുള്ളത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. അതാണ് 14ാമത്തെ റീസൺ. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ട് തരാം. ഇനി അതിന്റെ 15ാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. 15ാമത്തെ കാര്യം ഇതാണ്. എഫീസ് ലേഖനം 6:15 വായിക്കുമ്പോൾ, സുവിശേഷ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി വേണം ഒരു യോദ്ധാവ് പോർക്കളത്തിൽ നിൽക്കാൻ. നമ്മൾ വിശ്വാസമാകുന്ന പരിചയം എടുക്കുന്നുണ്ട്, വാളെടുക്കുന്നുണ്ട്, അല്ലെ, വചനമാകുന്ന വാളെടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, സകല കാര്യം ചെയ്യുന്നുണ്ട്, ചെരുപ്പിടാൻ മറന്നു പോവുക. സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെരുപ്പിട്ടില്ലെന്നർത്ഥം. ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരാള് ചെരുപ്പില്ലാതെ യുദ്ധത്തിന് ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. ചെരുപ്പില്ലാതെ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോയാൽ, ഒരു യുദ്ധം ചെയ്യാൻ പോയാൽ എങ്ങനെ ഇരിക്കും? ഇന്ന് രാത്രി ഈ ഒരു ഗൗരവം മനസ്സിലാക്കി 15 റീസൺ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തിയത്. നിങ്ങൾക്ക് നോ എക്സ്ക്യൂസ്, ഇനി എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല. നിങ്ങളോട് തന്നെ എന്ന് പറഞ്ഞ, മോനെ എക്സ്ക്യൂസ് പറഞ്ഞതൊക്കെ മതി, ഇനി പണി ചെയ്യാൻ പറ. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ നിന്നല്ലാതെ ഞാൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ ചിന്തിക്കാം, എങ്ങനെ ഇത് ഇഫക്റ്റീവായിട്ട് ചെയ്യാം. കർത്താവ് പറഞ്ഞ വചനത്തിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കാൻ വേണ്ടി ഞാൻ നാളെ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായെങ്കിൽ, ഞാൻ പറഞ്ഞത് ഒത്തിരി ഫാസ്റ്റ് ആയിട്ടാണ് പോയെന്ന് എനിക്കറിയാം. കാരണം ഈ 3 ദിവസം കൊണ്ട് ഈ കാര്യം തീരത്തില്ല. അതുകൊണ്ട് ഒത്തിരി സ്ലോ ആയിട്ട് പോയാൽ തീരത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിലാണ് പോയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദയവായിട്ട് ക്ഷമിക്കുക. സോ നമ്മൾ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവിനോട് പറയാൻ പോവാ, കർത്താവേ, ഈ ഉത്തരവാദിത്വത്തിൽ അകത്തുനിന്ന് എനിക്ക് ഒഴിവില്ല, എനിക്ക് ഒഴിയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണമേ. ആ ഒരു ഉത്തരവാദിത്വം വളരെ ഗൗരവത്തോടെ ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, യേശു ചെയ്തതൊക്കെ അതുപോലെ ചെയ്യാൻ, യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ അങ്ങനെ ഒരു വിളി ഞങ്ങളുടെ മേൽ കർത്താവ് അയച്ചത് കൊണ്ട് സ്തോത്രം. അങ്ങനെ ഒരു വിളി ഞങ്ങളുടെ മേൽ ദൈവം ഇട്ടത് കൊണ്ട് സ്തോത്രം. രാത്രി ഞങ്ങൾ ഈ കേട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാകട്ടപ്പാ. ദൈവമേ, ഇനിയും ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അതും കൂടെ ഒക്കെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഒരു ഇഫക്റ്റീവ് ഡിസൈപ്പിളായി ഇന്ന് തൊട്ട് തീരുവാൻ, അനേക ശിഷ്യന്മാരെ ഉളവാക്കുന്ന ശിഷ്യന്മാരായി മാറുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇന്ന് രാത്രി ഈ വചനം കേട്ട എല്ലാവർക്കും ശിഷ്യന്മാരുണ്ടാകട്ടെ കർത്താവ്. എണ്ണമറ്റ ശിഷ്യന്മാർ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ശിഷ്യന്മാരുണ്ടാകട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകാൻ ദൈവം ഞങ്ങളെ നിയോഗിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ലോക രാജ്യങ്ങളിൽ പോകാനുള്ള ഒരു നിയോഗം കർത്താവ് കൊടുക്കുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങനെ ഒരു വിളി ഞങ്ങളുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. രാത്രി ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഇതിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ഈ കാര്യങ്ങൾ കേൾക്കുവാനുള്ള ഹൃദയങ്ങളെ തുറന്നുകൊണ്ട് സ്തോത്രം. അപ്പാ, ഞങ്ങളോട് സംസാരിച്ച വചനം ഞങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യട്ടെ. ഇത് വെറുതെ മടങ്ങി വരല്ലേ അപ്പാ, അതിന്റെ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. എല്ലാ മാനവും മഹത്വവും കർത്താവിനെ അർപ്പിക്കുന്നു. എല്ലാ മാനവും മഹത്വം കർത്താവിനെ അർപ്പിക്കുന്നു. അപ്പൊ ഈ ദിവസങ്ങളിൽ ശക്തന്മാരായ സുവിശേഷകന്മാരായി ശുശ്രൂഷകന്മാരായി മാറാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരുന്നത് കൊണ്ട് സ്തോത്രം. താങ്ക് യു ജീസസ്. അവിടുത്തെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ അകത്ത് വെളിപ്പെടട്ടെ. ദൈവം അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം. ഇഫക്റ്റീവ് ഡിസൈപ്പിൾസ് ആയിട്ട് ഇന്ന് തൊട്ട് ഞങ്ങളെ മാറ്റിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ആത്മതലം മാറ്റിയത് കൊണ്ട് സ്തോത്രം. ദൈവം അങ്ങനെ ചെയ്തല്ലോ. രാത്രി തന്ന അവസരത്തിനായി സ്തോത്രം. എന്റെ ജനത്തിനായി സ്തുതിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും നമ്മൾ കേട്ട ഈ വിഷയങ്ങളോടെല്ലാം കൂടെ ഇന്നും എന്നേക്കും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദേവദാസിന്, നോബൽ പാസിന് ഇവിടെ വേറൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എന്നോട് തന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചത്. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ വൈകിട്ടും സമയത്ത് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് അറിയിച്ചാട്ടെ. എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആകാത്തതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ ദയവായിട്ട് ദേവദാസിന് ഒരു ഓഡിയോ അയക്കുക. അല്ലെങ്കിൽ സുനിൽ നിങ്ങൾ ഒരു ഓഡിയോ അയച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചാൽ നമുക്കത് ക്ലിയർ ചെയ്യാം.
സംസാരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ദയവായിട്ട് അത് പറഞ്ഞാട്ടെ. നാളെ രാത്രി നമുക്ക് ഒരുമിച്ച് കൂടാം. അതുവരെ കർത്താവ് നിങ്ങൾ എല്ലാവരെയും ദൈവത്തിന്റെ ഭദ്രമേരി ചിറകിൽ മറക്കട്ടെ. നല്ല ശിഷ്യന്മാരായി തീരാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രിയോട്ട് ഈ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഒരു ഇഫക്റ്റീവ് ഡിസൈബിളായിട്ട് നമുക്ക് ഇത് ലോകത്ത് ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കർത്താവ് നമ്മളെ ആ രീതിയിൽ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. നാളെ രാത്രി ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു. ഗുഡ് നൈറ്റ്.